ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമ്മൾ വായിച്ച് കേൾക്കാൻ പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യം. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം നമ്മൾ പലപ്പോഴും വായിച്ച് വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. ഇന്ന് വായിച്ച വേദഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ പ്രസംഗം നാളത്തേക്ക് നിർത്തും. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. വായിക്കാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വളരെ പരിചിതമായൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഈ ചെറിയ വാക്യത്തിൻ്റെ അകത്ത് 4 പ്രസംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ കൊച്ചു വാക്യത്തിൻ്റെ അകത്ത് 4 പ്രസംഗങ്ങളുണ്ട്. എന്നാൽ അതിൽ ഒന്ന് മാത്രമാണ് ഇന്ന് രാത്രിയിൽ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി 3 പോയിന്റുകൾ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. 4 ചിന്തകൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശാന്തമായി പറഞ്ഞാൽ ഒന്നാമത്തെ ചിന്ത ഇങ്ങനെ ആ വാക്യം വായിച്ചത്: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പം അതിലൊന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സഭയിൽ ദിവസേന ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും ഒരു വ്യക്തിയെങ്കിലും യേശുക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കെട്ടിടത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നാലെ പറയാം. എന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഓരോ മിനിറ്റിലും ഓരോ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രസംഗ വിഷയമാണ്, അങ്ങോട്ട് പോകുന്നില്ല. രണ്ടാമത്തെ ചിന്ത ഇങ്ങനെയാണ്: ആരാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്? ആരാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. ആരാ കൊണ്ടുവരുന്നത്? ഉത്തരം പറഞ്ഞേ. ആരാ? കർത്താവ് എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പം സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ആരാ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഉപദേശിയെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? മിണ്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ പല ചേട്ടന്മാരും വിചാരിക്കുന്നത് സഭയിൽ ആളുകളെ കൊണ്ടുവരുന്നത് ഉപദേശിമാരാന്നും പറഞ്ഞു ഉപദേശിമാരെ തല്ലാൻ നടക്കും. എടോ, മനുഷ്യന്മാരെ ഉപദേശിമാരെ തല്ലിയാലൊന്നും ഈ പരിപാടി നിൽക്കൂല. ഈ പരിപാടി നിൽക്കണമെങ്കിൽ ഈ ആത്മാക്കളെ കൊണ്ടുവരുന്ന ആക്കിട്ട് കൊടുക്കണം. ആർക്കിട്ടാ? കർത്താവിനിട്ട് കൊടുക്കുക. നിങ്ങൾ കിട്ടുന്നത് മേടിക്കുക. നിങ്ങളായി, നിങ്ങളുടെ പാടായി. അല്ലാതെ ഉപദേശിമാരെ തല്ലിക്കൊണ്ടൊന്നും ഈ പ്രവർത്തനം അവസാനിക്കില്ല. മനസ്സിലായോ? ഈ സുവിശേഷത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കാലങ്ങളായി വമ്പൻ രാജാക്കന്മാരൊക്കെ ഒത്തുപിടിച്ചണിനിരന്നിട്ടും ഇന്നും സുവിശേഷം ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ഒരു മനുഷ്യനല്ല, അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ രണ്ടാമത്തെ ചിന്ത അവിടെ ഞാൻ വിടുന്നു. മൂന്നാമത്തെ ചിന്ത: ആരെയാണ് കർത്താവ് സഭയിൽ കൊണ്ടുവരുന്നത്? ആരെയാ കൊണ്ടുവരുന്നത്? വായിച്ചല്ലോ, ഉത്തരം പറഞ്ഞേ. രക്ഷിക്കപ്പെടുന്നവരെയാണ് കർത്താവ് സഭയിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സഭയിൽ 2 കൂട്ടം ആളുകൾ വരും. 2 കൂട്ടം ആളുകൾ വരും. ഒന്ന് ആരാ? പറഞ്ഞേ. രക്ഷിക്കപ്പെട്ടവർ. അവരെ ആരാ കൊണ്ടുവരുന്നത്? കർത്താവ് കൊണ്ടുവരും. രണ്ടാമതൊരു കൂട്ടർ പള്ളിയിൽ വരും. അതാരാന്നറിയാമോ? രക്ഷപ്പെടാൻ വരുന്നവർ. അപ്പോൾ 1 രക്ഷിക്കപ്പെട്ടവർ, 2 രക്ഷപ്പെടാൻ വരുന്നു. മനസ്സിലായില്ലേ? പെന്തിക്കോസിൽ പോയാൽ രക്ഷപ്പെടാം. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എടാ, നമ്മുടെ മറ്റേ സുമതി പെന്തിക്കോസിൽ പോയി രക്ഷപ്പെട്ടല്ലോ. ആണോ? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രമണിയും പോയി രക്ഷപ്പെട്ടു. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ പറയുന്നത്, പെന്തിക്കോസിൽ പോയാൽ രക്ഷപ്പെടാം.
അങ്ങനെ കുറച്ച് ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി. 6 മാസം ഒരു സഭയിൽ പോയി, കാര്യമായിട്ടുള്ള രക്ഷപ്പെടലൊന്നും നടന്നില്ല. അന്നേരം പറഞ്ഞു, ഈ സഭ കൊള്ളത്തില്ല. അങ്ങനെ അടുത്തടുത്ത് പോയി. അവിടെ ചെന്ന് 6 മാസം കൂടിയിട്ട് പറഞ്ഞു, അവിടെയും അനുഗ്രഹം കിട്ടുന്നില്ല. അപ്പോഴാണ് അനുഗ്രഹം ഹോൾസെയിലായിട്ട് വാരി വിതറുന്ന തങ്കവും താരവും ഒക്കെ തിരുവനന്തപുരത്ത് വരുന്നെന്നറിഞ്ഞ് അങ്ങനെ 6 മാസം അവിടെ പോയി. അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക്, സൈക്കിളിൽ വാട കാറേ പോടാ എന്ന് പറഞ്ഞൊക്കെ വിളിച്ചു. പക്ഷേ മുതലാളിമാരൊക്കെ കാറയിൽ തന്നെയാണ്, അണികളൊക്കെ ഇപ്പോഴും സൈക്കിളിൽ തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ അവിടെയും രക്ഷയില്ല. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നിട്ട് ഒടുവിൽ പഴയ പള്ളിയിൽ തിരിച്ചു പോയിട്ട് പറഞ്ഞു, പെന്തക്കോസുകാർ കൊള്ളൂല. ഇങ്ങനെ പറയുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല, അവർ രക്ഷപ്പെടാൻ വന്നവരാണ്. ഒരു കാര്യം ഞാൻ അരമന ദേശത്തോട് വിളിച്ചു പറയാം, രക്ഷപ്പെടാൻ വേണ്ടി ആരും പെന്തക്കോസ്തി വരണമെന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഇവിടെ ആർക്കും കാറും വീടും ബംഗ്ലാവും വിസയും ടിക്കറ്റും ഒന്നും കൊടുക്കുന്ന മാർഗമല്ല ക്രിസ്തു മാർഗം. അങ്ങനാണെങ്കിൽ ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഇവിടെ നല്ല സെറ്റപ്പ് ജീവിക്കുന്നുണ്ടെന്ന് ആരും മറക്കരുത്. ഇനി സാമ്പത്തിക നന്മ കിട്ടിയത് കൊണ്ട് യേശു എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ യേശു അംബാനിയുടെ വീട്ടിൽ സ്ഥിരതാമസക്കാരനാണെന്നും കൂടെ സമ്മതിക്കണം. എന്നെ ആരും മിണ്ടാത്തെ അല്ലേ? നമ്മളൊക്കെ ഇവിടെ ഓരോ ഉണക്ക കാറും കൊണ്ടിരുന്ന് അല്ലേ, ഒരു ചെറിയ വീടും വെച്ചിട്ട് നമ്മൾ പറയാം, ഓ യേശു എന്നെ മോൻ. ഒന്നുമില്ല, അങ്ങനൊന്നും വിറപ്പിക്കണ്ട. ദൈവമില്ലെന്ന് പറയുന്ന ടീമുകളൊക്കെ ഇവിടെ വിലസി നടക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഭൗതികമായ നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ബോണസായിട്ട് കണ്ടോണം. അതൊന്നും കിട്ടാൻ വേണ്ടി ആരും യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വരരുത്. ഇങ്ങനെ പ്രസംഗിക്കുന്ന ഉപദേശമാരുണ്ട്, വരരുതെന്ന്. എങ്ങനെയെങ്കിലും ഒരുത്തം വരാൻ വേണ്ടി അവിടെ പ്രസംഗിക്കുന്നതെന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെ ഒന്നും വരരുത്. ആമേൻ. പല ആളുകളും പറയുന്നത് പെന്തക്കോസിൽ പോകുന്നത് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണെന്ന്. ചില ആളുകൾ അങ്ങനെ പറയുന്നത്. അമേരിക്കൻ പണമേ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ നിന്ന് ബൈബിളും എടുത്തുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ച് എന്ന് ഇറങ്ങിത്തിരിച്ചോ അന്ന് ഉള്ള കടപ്പാടവും കൂടെ പോയി. മനസ്സിലായോ? ന്യായമായി കിട്ടേണ്ടുന്ന 1 സെന്റ് ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ബാപ്പാടെ ഉമ്മാടെയും കുടുംബക്കാരെ ഇറക്കി വിട്ടു 21 വർഷങ്ങൾക്ക് മുമ്പ്. നീ പെന്തക്കോസി തുള്ളാൻ ഇറങ്ങിയെങ്കിൽ നീ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരും എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പണ്ടും ഇപ്പോഴും അത്യാവശ്യം മറുപടി പറയുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. മിണ്ടാതൊന്നും പോവുകയല്ല, പറയേണ്ടടുത്ത് മറുപടി ഞാൻ പറയും. അപ്പോൾ അന്ന് എൻ്റെ വാപ്പയുടെ ആളുകൾ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വാക്ക് മറുപടി പറഞ്ഞിട്ടിറങ്ങി. ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിൻ്റെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2002 ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു. 21 വർഷം പിന്നിടുമ്പോൾ തെണ്ടിപ്പോകാൻ ഇന്നുവരെ ഈ ദൈവം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അനുഭവം പഠിപ്പിച്ച പാഠം. അല്ലാതെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചതല്ല. പോയ വഴി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബോണസായി വെച്ചോണം. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ വേണമെങ്കിൽ പറയാം. ഈ വാഴ നടുന്നത് എന്തിനാ? പറ. തമിഴ്നാട്ടിലൊന്നും വാഴയില്ലയോ? എന്നാ മിണ്ടാത്തെ? വാഴ നടുന്നത് എന്തിനാ? ഉറക്കപ്പറ. കൊല അല്ലേ? കൊല വെട്ടാനാണ് വാഴ വെക്കുന്നത് അല്ലേ? ആ, അപ്പം തന്നെ ഇല വെട്ടുന്നില്ലേ? കൊച്ചിന് ചോറ് കൊണ്ടുപോകാൻ ഇല വെട്ടുന്നില്ലേ? ഇവിടെ വെട്ടാറില്ലേ? ആ, ഇല വെട്ടും. ഈ അതിനകത്ത് ഈ വാഴക്കൂമ്പെന്ന് പറയും ഞങ്ങൾ കേരളത്തിലെ. തോരൻ വെക്കില്ലേ ഇങ്ങനെ കൂമ്പ്? അതിന് ഇവിടെ എന്തോ പറയും? ആ, വാഴക്കൂമ്പ് തോരൻ വെക്കും അല്ലേ? അതിൻ്റെ അകത്തിരിക്കുന്ന ട്യൂബ് ലൈറ്റ്, വാഴയ്ക്കകത്തൊരു ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലോ, തോരൻ വെക്കും. വാഴപ്പിണ്ടി എന്നാണ് കേരളത്തിൽ പറയുന്നത്. തടയെന്ന് പറയും അല്ലേ? ആ, അതെ അല്ലേ? ആ, അത് തോരൻ വെക്കാറില്ലേ? ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലയും നല്ലതാ, കൂമ്പും നല്ലതാ, തടയും നല്ലതാ. പക്ഷേ കൊലയാകുന്നതിന് മുമ്പേ വാഴ വെട്ടി പിണ്ടി എടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വല്ലതും മനസ്സിലായോ? ഇല്ല. കൊലയാകുന്നതിന് മുമ്പേ വാഴ വെട്ടി പിണ്ടി എടുത്താൽ ലക്ഷ്യം പോയി, കൊല
പോയി. എന്തോ മനസ്സിലായി? നാം വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതിൻ്റെ ലക്ഷ്യം നിത്യതയായിരിക്കണം. അപ്പോൾ തന്നെ ഇലയും കൊമ്പും തടയും എന്നതുപോലെ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ സ്തോത്രം, ഇനി കിട്ടിയില്ലേലോ ഒരു പരാതിയും ഇല്ല. അതിൻ്റെ അപ്പുറത്തൊരു ലക്ഷ്യമുണ്ട്. ആമേൻ. ഇന്നല്ലെങ്കിൽ നാളെ കാഹളം ധ്വനിക്കും, യേശു ക്രിസ്തു മടങ്ങി വരും, എനിക്ക് കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വരേണ്ടത്. അതിനുവേണ്ടി മാത്രമേ വരാൻ പാടുള്ളൂ. അത് ഷമീർ കൊല്ലത്തിൻ്റെ വാക്കല്ല, വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനം. സംശയം ഉള്ളവരുണ്ടെങ്കിൽ ഒരു വാക്യം വായിച്ചു കൊടുക്കാം. 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചു കൊടുത്തേ. ശരിയാണോ എന്നൊന്ന് നോക്കിക്കോട്ടെ. ഇല്ലെങ്കിൽ ഇനി കേരളത്തിൽ നിന്ന് വന്ന ഒരാൾ ഇത്രയൊക്കെ സമ്പാദിക്കാൻ ഓടിയവരുടെ പ്രത്യാശ കെടുത്തി എന്നൊന്നും പറയരുത്. ഒന്ന് വായിച്ചേ. 2 തെസ്സലോനിക്യർ 2-ാം അധ്യായം 14-ാമത്തെ വചനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മതി. നിങ്ങളെ ഈ രക്ഷയിലേക്ക് വിളിച്ചത് എന്തിനാന്ന് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്തിനാ പറ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം മഹത്വം പ്രാപിക്കണം. ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഓരോ വ്യക്തിയും നിത്യജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ഈ സുവിശേഷ ഘോഷണം ഇവിടെ നടത്തപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഓരോ വ്യക്തികളെയും കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഒരു സ്തോത്രം പറഞ്ഞ്. ഇനി ഒരു ചിന്തയും കൂടെ പറയാം, പിണങ്ങരുത്. ഈ രക്ഷയിലേക്ക് വന്ന് കർത്താവിൻ്റെ ഭക്തയായി എനിക്ക് ജീവിക്കണമെന്ന് മനസ്സിൻ്റെ അകത്ത് ഒരാഗ്രഹമുള്ളവർ, ചെയ്യുന്നവരെന്നല്ല ഞാൻ പറഞ്ഞത്, ആഗ്രഹമുള്ളവർ, സഹോദരി എനിക്ക് കർത്താവിൻ്റെ ഭക്തയായിട്ട് ജീവിക്കണം, സഹോദരൻ ഇനി മുമ്പോട്ടുള്ള കാലം എനിക്ക് കർത്താവിൻ്റെ ഭക്തനായിട്ട് ജീവിക്കണം, അങ്ങനെ ഒരു മനസ്സുള്ളവർ, ചെയ്യുന്നവരെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ശ്രമിക്കുവാണല്ലോ, അങ്ങനെ ഒരു മനസ്സുള്ളവരിൻ്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം പറഞ്ഞേ കാണട്ടെ. കർത്താവിൻ്റെ ഭക്തനായി ജീവിക്കണമെന്ന് മനസ്സുണ്ടോ? ഇല്ലേ? ആർക്കും ഇല്ലേ? പിന്നെ ഇതിന് ഇവിടെ വന്നേ? ഉണ്ട്. കര ഉയർത്തി സ്തോത്രം പറ. ചിലർക്ക് പിടി കിട്ടിയില്ല എൻ്റെ ചോദ്യം, ഒന്നുകൂടെ പറയാം. ഇനി മുമ്പോട്ട് ദൈവം ആയുസ് നീട്ടിത്തരുന്നെങ്കിൽ, നാളെ ഒരു ദിവസത്തെ ആയുസ് ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്നെങ്കിൽ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി എനിക്ക് ജീവിക്കണം എന്ന മനസ്സിൽ ഒരാഗ്രഹമെങ്കിലും ഉള്ളവർ സ്തോത്രം പറയാനാണ് പറഞ്ഞേ. ഇപ്പം പിടി കിട്ടി. എല്ലാവരും സ്തോത്രം പറഞ്ഞു. ഒരു വാക്യം വായിച്ചു കൊടു പാസ്റ്ററെ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാം വാക്യം. കൈപൊക്കിയവർ മാത്രമേ കേട്ടാൽ മതി, ബാക്കിയുള്ളവർ ഇത് ബാധകമല്ല. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണോ? ഉണ്ടാകും. അപ്പൊ ആ കൈ പൊക്കിയവരെല്ലാം ഒന്നുകൂടെ പൊക്കിയേ, മനസ്സുള്ളവര്. നിങ്ങൾക്കെല്ലാം എന്തുണ്ടാകുമെന്ന് എഴുതിയേക്കുന്നത്? ഈ ഉപദ്രവം മാറാനാണ് നമ്മൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. എങ്ങനെയുണ്ട്? അയ്യോ, ഈ ഉപദ്രവം മാറണം, ബന്ധനം അഴിക്കണം, പാസ്റ്ററെ കൊണ്ടുവരണം, കെട്ടഴിക്കണം, ഫലിക്കണം, അല്ലേ? എന്തിനാ? ഉപദ്രവം മാറാൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള ഭക്തി ഇല്ലാണ്ടാകാൻ വേണ്ടി ഉപവസിക്കണമെന്ന്. മനസ്സിലായോ? തലേ കയറിയവല്ലോ. നീ എന്നുവരെ കർത്താവിൻ്റെ ഭക്തനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അന്ന് വരെ ഉപദ്രവം നിൻ്റെ കൂടെ ഉണ്ട്. ഈ ഉപദ്രവം മാറണമെന്നും പറഞ്ഞ് നീ TV കാണുന്ന പ്രവാചകന്മാരെ വിളിച്ച് ബന്ധനം അഴിച്ചാൽ കർത്താവിൻ്റെയോടുള്ള ഭക്തി അവന്മാർ മുറിച്ചിട്ടിട്ട് പോകും. മനസ്സിലായി? ഇതൊന്നും, ഈ വചനമൊന്നും പലരുടെയും തലയ്ക്കകത്തില്ല. ഭൗതിക നന്മ കിട്ടണം, അനുഗ്രഹം കിട്ടണം, അത് പ്രാപിക്കണം, ഇത് പ്രാപിക്കണം, അവിടെ ഇങ്ങനെ നടക്കുക. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവൻ്റെ രാത്രി കൂടെ ആകട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്.
ഈ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടത് നാളെ അരുമനയിൽ ഒരു കൊച്ച അംബാനിയാക്കി മാറ്റാനല്ല, പകരം നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് നിന്നെ ഈ രക്ഷയിലേക്ക് വിളിച്ചത്. ആമേൻ. ഇതൊന്നും സുവിശേഷ യോഗത്തിൽ ഇപ്പോൾ പറയുകയല്ല പാസ്റ്ററെ ആരും. പറഞ്ഞാൽ സംഘാടകർക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ കിട്ടുന്ന തുട്ടു കുറയുമെന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ആരെ സന്തോഷിപ്പിച്ചാൽ മതി? ദൈവത്തെ സന്തോഷിപ്പിച്ചാൽ മതി. കർത്താവ് സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇറങ്ങി ഇരുന്ന ദൈവം ഇറങ്ങി ഭൂമിയിൽ വന്ന് ഈ പങ്കപ്പാടുകൾ മുഴുവൻ സഹിച്ചത് നാളെ നിന്നെ ഇവിടുത്തെ അംബാനിയാക്കി മാറ്റാനല്ല, നിന്നെ നിത്യതയിലെത്തിക്കാൻ വേണ്ടിയാണ്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, പോന്ന വഴിക്ക് വല്ലതും കിട്ടിയാൽ ബോണസായിട്ട് മേടിച്ചു വെച്ചൊരു സ്തോത്രം പറഞ്ഞു വിട്ടേക്കണം. അതിൻ്റെ അപ്പുറത്തൊന്നും അതിനില്ല. ഇട്ടിരിക്കുന്നത് പോലും നമുക്ക് സ്വന്തമല്ല. നാളെ ഇതിലൊരു ഉടുപ്പ് പോലും വേണ്ട, ഒരു മൊട്ടുസൂചി പോലും ഇവിടെ നിന്ന് ഒരുത്തനും കൊണ്ടുപോയ ചരിത്രമില്ല, കൊണ്ടുപോകത്തുമില്ലെന്നുള്ള ബോധ്യം മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ടായിരിക്കണം. അതുകൊണ്ട് കർത്താവ് സഭയിലേക്ക് കൊണ്ടുവരുന്നത് രക്ഷിക്കപ്പെട്ടവരെ. അപ്പൊ 3 ചിന്ത ഞാൻ തൽക്കാലം അവിടെ വിടുന്നു. 4ാമത്തെ ചിന്തയാണ് ധ്യാനിക്കാൻ പോകുന്നത്. എന്താ 4ാമത്തെ ചിന്ത? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പൊ ഇന്ന് രാത്രി എൻ്റെ ചിന്ത, ഏതാണ് ഈ സഭ? അതാണ് ചിന്ത. ദൈവത്തിന് ഭൂമിയിൽ പള്ളിയുണ്ടോ? അതാണ് ഇന്ന് രാത്രിയിലെ ചിന്താ വിഷയം. ദൈവത്തിന് ഭൂമിയിൽ പള്ളിയുണ്ടോ, സഭയുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് ആ സഭ എന്നാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു വിട്ടു, കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അതാണ് ഇന്നലെ രാത്രി ചിന്തിച്ചു. അപ്പൊ ജനങ്ങൾ ഇന്നും കൺഫ്യൂഷനിലാണ്, എവിടെ പോകും? ഓരോരുത്തരും പറയുന്നത് ഞങ്ങളുടെ പള്ളിയാണ് ശരി എന്നാണ്. കത്തോലിക്കരായ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ പറയും ആദ്യ പരമ്പരാഗതമായ പള്ളി ഞങ്ങളുടെയാണ്. മർത്തോമാക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ പള്ളിയാണ് ശരി. CSIക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ പള്ളിയാണ് ശരി. അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങളുടെ പള്ളിയാ ശരി. പെന്തക്കോസുകാരോട് ചോദിച്ചാൽ അവരും പറയും ഞങ്ങളുടെ പള്ളിയാ ശരി. എല്ലാവരെയും പ്രതിക്കൂട്ടി നിർത്താം, ഒരാളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. സകല ആളുകളും അവകാശപ്പെടുന്നത് ഞങ്ങളുടേതാണ് ശരി. പക്ഷെ ഒരു കാര്യം സത്യമാണ് എന്ന് നമുക്കറിയാം, ശരി ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വചനപ്രകാരം ദൈവത്തിന് ഭൂമിയിൽ സഭയുണ്ടോ എന്നാണ് ഇന്ന് രാത്രി അടുക്കടുക്കായി ചിന്തിക്കാൻ പോകുന്നത്. ഇന്നലെ നിർത്തിയിടത്തു നിന്ന് തുടങ്ങാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഇന്നലെ എവിടെയാണ് നമ്മൾ നിർത്തിയത്? ദൈവം പടച്ചവൻ, സ്രഷ്ടാവ്, ഈശ്വരൻ പ്രപഞ്ചത്തെ നിർമ്മിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ഏദൻ പൂങ്കാവനത്തിലാക്കി വെച്ചിട്ട് ദൈവം അവരുടെ കാര്യങ്ങൾ പരിപാലിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. എന്നാൽ ഇരുട്ടിൻ്റെ ആത്മാവായിരിക്കുന്ന സാത്താൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്തത് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. പിശാചെന്ന് പറഞ്ഞാൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും ഉടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി വരുന്ന സീരിയലിൽ കാണുന്നതല്ല എന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. മരിച്ചുപോയ ആരുടെയും ആത്മാക്കൾ കിണറ്റിൻ്റെ പുറകിലും മരത്തിൻ്റെ ചുവട്ടിലും വാഴയുടെ ചുവട്ടിലൊന്നും വരത്തില്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ആമേൻ. ഈ ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച് എന്ന് പറയുന്നവൻ ഒരാത്മാവാണ്, ദുരാത്മാവാണ്, അശുദ്ധാത്മാവാണ് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. അവൻ ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തുക്കളിൽ പാമ്പെന്ന് പറയുന്ന ഇഴജാതിയെ കരങ്ങളിലെടുത്തു എന്ന് പറഞ്ഞാൽ ഇവന് പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം എന്ന് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നു. തെളിവ്, ഗദരദേശം എന്ന് പറയുന്ന ദേശത്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്കാണ് പിശാച് പ്രവേശിച്ചതെങ്കിൽ യേശുക്രിസ്തു അവിടെ വന്ന് ഇവനിൽ നിന്ന് പുറപ്പെട്ടു പോക എന്ന് കൽപ്പിച്ചപ്പോൾ എങ്ങോട്ട് പോയി? പന്നിക്കൂട്ടത്തിലേക്ക് പോയി. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേലും മൃഗങ്ങളുടെ ശരീരത്തിൻ്റെ മേലും ആക്സസ് ഉള്ളവനാണ് ഈ ഇരുട്ടിൻ്റെ ആത്മാവെന്നത് വചനം വ്യക്തമാക്കുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അങ്ങനെയെങ്കിൽ പാമ്പിലൂടെ തോട്ടത്തിൽ വന്ന ഹൗവ അമ്മച്ചിയോട് കൊച്ചുവർത്താനം പറഞ്ഞു, ദൈവം കഴിക്കരുതെന്ന് പറയുന്ന വൃക്ഷഫലം മനുഷ്യനെ കൊണ്ട് കഴിപ്പിക്കാൻ തക്കവണ്ണം പ്രലോഭിപ്പിച്ചു. മനുഷ്യൻ ഈ പഴം ഭക്ഷിച്ചു. മനുഷ്യൻ്റെ അകത്ത് പാപം പ്രവേശിച്ചു. ഇതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്നലെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ ഓടിച്ചങ്ങ് പോയി. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഓർക്കുക. ഞാൻ കേരളത്തിൻ്റെ വടക്കേ അറ്റം മലപ്പുറം ജില്ലയുടെ ഭാഗത്ത് ഇതുപോലെ ഒരു പ്രസംഗം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ചേട്ടന്മാർ ചെറുപ്പക്കാരൊക്കെ റോഡിൽ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, നമ്മുടെ സഹോദരന്മാർ നിൽക്കുന്ന പോലെ. അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ പ്രസംഗം കേട്ടു, കൊള്ളാം, സന്തോഷം. എങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് പുള്ളി ഉടനെ ഒരു ഡയലോഗ്, എന്നാലും നിങ്ങളുടെ ദൈവം ഒരു സംഭവം തന്നെ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ ഉടനെ ചേട്ടൻ പറയുക, അല്ല പണ്ടെങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നാനാണോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയത്? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് പണ്ടെങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നാനാണോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയത്. ആ അമ്മച്ചി ഒരു ആപ്പിൾ തിന്നു. കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. ഇന്നത്തെ പെണ്ണുങ്ങളെങ്ങാണുവാണെ കുരുപോലും തരത്തില്ലായിരുന്നു. പുള്ളി പറയാ, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താന്ന് പല ചേട്ടന്മാരുടെ ഉള്ളിൽ ഈ ചിന്തയുണ്ട്. ഒരാപ്പിൾ തിന്നതാണോ പാപം? കേട്ടെ, ആപ്പിളെന്നും ഓറഞ്ചെന്നൊന്നും ഒന്നും ബൈബിളിൽ, ആപ്പിളെന്നോ ഓറഞ്ചെന്നോ മുന്തിരിയെന്നൊന്നും ബൈബിളിൽ ഇല്ല. പിന്നെ പലരും ഇത് ആപ്പിളാക്കി വെച്ചിരിക്കുക, ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ പലരുടെയും പോക്കറ്റിൽ പകുതി കടിച്ച ആപ്പിൾ ഇരിക്കുന്നത്. ഏത്? പണ്ട് അമ്മച്ചി കടിച്ച ആപ്പിളേ പകുതി. അപ്പൊ ആപ്പിളെന്നോ ഓറഞ്ചെന്നൊന്നും പറയുന്നത് വിഷയമില്ല. ചോദ്യം ഇതാണ്, ഒരു പഴം തിന്നതാണോടോ പാപം? ചോദ്യം ഗൗരവമുള്ള ചോദ്യമാണ്. ഒരു പഴം തിന്നതാണോടോ പാപം? ഒരു കഥ പറയാം. രണ്ട് കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കമുണ്ടായി. കേട്ടെ, വസ്തുതർക്കം. അറിയാമല്ലോ, തമിഴ്നാട്ടിൽ ഉണ്ടോ? ഉണ്ട്. കേരളത്തിൽ സ്ഥിരം പരിപാടിയാണ് അതിരുതർക്കം. രണ്ടു വീട്ടുകാരും തമ്മിൽ അടിയായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നിട്ട് രണ്ടു വീട്ടുകാരെ സമാധാനപ്പെടുത്താൻ നോക്കി. സഹോദര, ഒരു നിസാരപ്പെട്ട അതിരുതർക്കമല്ലേ, ആരും മേപ്പോട്ടൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ, ക്ഷമിക്കൂ. ഉടനെ അയാൾ പറഞ്ഞു, ക്ഷമിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, എൻ്റെ വസ്തു എൻ്റെയാണ്, സമ്മതിക്കില്ല. പോലീസുകാർ ഇപ്പുറത്തെ വീട്ടുകാരോട് വന്നിട്ട് പറഞ്ഞു, സഹോദരി നിങ്ങളങ്ങ് ക്ഷമിക്ക്, ഒന്നുമില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങൾ പള്ളിയിൽ പോയിരുന്ന് പാടാറുണ്ടല്ലോ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അത് വേറെ മണ്ണ്, ഇത് വേറെ മാണിക്യം, അങ്ങോട്ട് പോടോന്നും പറഞ്ഞ് അവരും സമ്മതിക്കുകയില്ല. അവസാനം പോലീസുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഇതിങ്ങനെ പോയാൽ ഒക്കത്തില്ല, കോടതി കേസെടുക്കട്ടെന്ന് പറഞ്ഞു. കേസെടുക്കട്ടെ, കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുത്, ഇല്ലെന്ന് പറഞ്ഞു. അന്ന് ആ റവന്യൂ വകുപ്പിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. റവന്യൂക്കാർ വന്നു. അടുത്ത മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയർ, ഞങ്ങളുടെ നാട്ടിൽ ഇഴക്കയറെന്ന് പറയും, വള്ളിക്കയർ, നിങ്ങൾ ചല്ലിയൊന്നോ പൊച്ചം അല്ലേ, എന്തരല്ലോ. അപ്പൊ ഇങ്ങനെ 2 രൂപയുടെ വള്ളിക്കയർ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയേച്ച് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിച്ചേക്കരുത് കേട്ടോ. കേട്ടു കേട്ടോ കേട്ടു. രണ്ടു വീട്ടുകാരും കേട്ടു. പോലീസും പോയി, റവന്യൂവും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിലൊരു ചെറുക്കനുണ്ട്, തല തെറിച്ച ചെറുക്കൻ, ആര് പറഞ്ഞാലും കേൾക്കാത്തവൻ. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പറമ്പിലോട്ട് വന്നു. അവന്മാരുടെ ഒരു കയറും കെട്ടി വെച്ചിട്ട് പോയേക്കുന്നു. കയറെല്ലാം മുറിച്ചങ്ങ് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരടാ കയറ് മുറിച്ചത്? അതുകൊണ്ടല്ല, അവനാ സാറേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞു പിടിച്ചു. ചെവിക്കല്ലിനിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, കയറടാ ജീപ്പിലെന്നും പറഞ്ഞു. എടുത്തങ്ങോട്ടിട്ടു. കേൾക്കണേ, ഇത് കണ്ടുകൊണ്ടൊരു അമ്മച്ചി മുറുക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഒരു അമ്മച്ചി ഇത് കണ്ടിട്ട് പറയുക, അയ്യോ എന്തരടിയാ കൊച്ചിനെ ഇട്ട് അടിക്കുന്നേ, 2 രൂപയുടെ കയറ് മുറിച്ചെന്ന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. മനസ്സിലായില്ലേ? 2 രൂപയുടെ കയറ് മുറിച്ചതിന് തല്ലുന്ന എന്തിന്? അതുകൊണ്ട് മത്തായുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ച് കെട്ടിക്കോ, ആ കൊച്ചിനെ അങ്ങ് വിട്ടേ. എൻ്റെ ചോദ്യം നിങ്ങളോട്, ഒരു വണ്ടി കയറ് പകരം കൊടുക്കാം,
കൊച്ചിനെ വിടുവോ? 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി, നിയമലംഘനം നടന്നിരിക്കുന്നു. നിയമലംഘനം നടന്നിരിക്കുന്നു. കേവലം ഒരു പഴം തിന്നതല്ല കുഞ്ഞെ പാപം. സ്വർഗത്തിലെ സൃഷ്ടാവ് മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം അവൻ ലംഘിച്ചു. നിയമലംഘനം നടന്നു. കയറ് മുറിച്ചവൻ നിയമ നടപടികളിലൂടെ കടന്നുപോയി ജാമ്യമെടുത്ത് പുറത്തു വരണമെന്ന് ഈ ലോകത്തിൻ്റെ നിയമം പറയുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയമം പാപത്തിൻ്റെ ശമ്പളം മരണം. പാപത്തിൻ്റെ ശമ്പളം മരണം. അതുകൊണ്ട് ആമേൻ വേദപുസ്തകം പ്രഖ്യാപിച്ചു, നിയമലംഘനമാകുന്ന പാപം മനുഷ്യൻ ചെയ്തപ്പോൾ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സർവ മനുഷ്യരും പാപത്തിലകപ്പെട്ടു. എന്താ തെറ്റ്? അപ്പൊ ചോദിക്കും, ആദമും ഹവ്വയും പാപം ചെയ്തു. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ നിയമലംഘനം സമ്മതിച്ചു. അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഇന്നലെ രാത്രി ഞാൻ മറുപടി പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 17:26 രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് ദൈവമാകുന്നവൻ സൃഷ്ടാവ് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ദൈവമെന്ന് പറയുന്ന സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ദൈവം, ആമൻ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ അകത്ത് ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല ദൈവം. മനസ്സിലായോ? വേദപുസ്തകം പറയുന്നു, ദൈവം സൃഷ്ടാവ് ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ഈ മനുഷ്യൻ്റെ തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടെങ്കിൽ അവന് മനസ്സിലാക്കണ്ടേ? ചില ആളുകൾ ദൈവമില്ലെന്നാണ് പറയുന്നത്. ദൈവമില്ലെന്നാണ് പറയുന്നത്. ദൈവമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഡിഗ്രി ഒന്നും പഠിക്കണ്ട. കണ്ണാടിയുടെ മുമ്പിൽ പോയി 2 മിനിറ്റ് നിന്നാൽ മതി. കണ്ണാടിയുടെ മുമ്പിലോ? അതെന്നാ? വേദപുസ്തകത്തിൽ ഒരു ഭക്തൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവമേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിൻ്റെ അകത്തുണ്ട് ദൈവത്തിൻ്റെ കരവിരുതെന്ന്. മനസ്സിലായില്ല? കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് 2 മിനിറ്റ് ഇങ്ങനെ നിന്നാൽ കാണാം തലയിലിരിക്കുന്ന ഈ കറുത്ത സാധനം. പേരെന്താ? മുടി. മീശയായി വരുന്നത് എന്താ? മുടി. കണ്ണിൻ്റെ പീലിയോ? മുടി. പുരികമോ? മുടി. ഇതിനെല്ലാം പറയുന്ന പേര് മുടിയെന്ന അല്ലേ? പക്ഷേ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ തലമുടിയോടും താടിയോടും മീശയോടുമൊക്കെ വളർന്നങ്ങ് ഇറങ്ങിക്കോളാൻ അനുവാദം കൊടുത്തപ്പോൾ കൺപീലിയോട് പറഞ്ഞു, പരിധി വിട്ട് വളരരുത്. ഡോക്ടർ വെച്ച നിയമമാണോ? ആണോ? അതോ ജനിപ്പിച്ച അപ്പനും അമ്മയും വെച്ച നിയമമാണോ? അല്ല. താടിയും മീശയും വളരുന്ന പോലെ കൺപീലിയും അങ്ങ് വളർന്നു തുടങ്ങിയെങ്കിലോ സ്ഥിതി? ഇന്ന് കൺവെൻഷന് വരുന്നവർ ഒരു കൈ എന്ത് ചെയ്യും? കണ്ണിൻ്റെ പോളെ ചുരുട്ടിപ്പിടിച്ച് മേപ്പോട്ട് വെച്ചിട്ട് ആരാടി എവിടെ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഗതികേട് അല്ലേ? ആമേൻ. അതാ പറഞ്ഞ ദൈവത്തിൻ്റെ കരവിരുത് മനുഷ്യന്റെ ശരീരത്തിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം. വേണ്ട, നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിൽ വന്നിരിക്കുന്ന ആധാർ എന്ന് പറയുന്ന ഒരു കാർഡുണ്ടല്ലേ? ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ടും ഒരു മനുഷ്യൻ്റെ കൈരേഖ പോലെ മറ്റൊരു മനുഷ്യനില്ല അല്ലേ? എത്ര കോടിക്കണക്കിന് ആളുകളുണ്ടായിട്ടും വിരൽ നോക്കി എല്ലാത്തിൻ്റെ ഒന്നുപോലെ ഇരിക്കുന്നത്. പക്ഷെ എടുത്ത് മെഷീനിലോട്ട് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ പോലെ ഉലകത്തിൽ ഒരുത്തൻ്റെയും ഇല്ല, ഒരുത്തന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരവിരുത് ഇല്ലേ? വേണ്ട. ഈ നെയ്യാറ്റിൻകര കരമന റോഡിൽ കൂടെ ഞാൻ യാത്ര ചെയ്ത് വന്നതേ. 6 വരിപ്പാത ഹൈവേ ബാലരാമപുരം വരെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുക. കരമനയിൽ നിന്നിങ്ങോട്ട് തുടങ്ങി വണ്ടി ഓടിക്കാൻ എന്ത് രസമെന്നറിയാമോ? ആ നിലയിൽ നല്ല പാത അങ്ങോട്ട് വികസിപ്പിച്ചിട്ട് നല്ല സിഗ്നൽ സംവിധാനങ്ങളൊക്കെ വെച്ച് സെറ്റപ്പാക്കി ഇട്ടു. എന്നിട്ടും 2 or 3 വണ്ടി അവിടങ്ങളിൽ റോഡ് സൈഡിൽ ഇടിച്ചു കിടക്കുന്നത് കണ്ടു. ഒന്ന് ചിന്തിക്കണം. തല ഉയർത്തി ആകാശമണ്ഡലങ്ങളിലേക്കൊന്ന് നോക്ക്. സൗരയൂഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭ്രമണപഥങ്ങളിൽ ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവറുണ്ടോ? പറ. ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവറുണ്ടോ? ഇല്ല. ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? ആണോ? ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നൊരു സർവശക്തനുണ്ട്. അവൻ്റെ പേരാണ് ദൈവം. മനസ്സിലായോ? അല്ലാതെ ഇവിടെ ചില മനുഷ്യന്മാർ ദൈവമില്ലെന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ച് ദൈവത്തോടൊക്കെ വെല്ലുവിളിക്കുന്ന ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു ചേട്ടാ,
തണുപ്പ് കാലത്ത് തടിലോറി വരുമ്പോൾ തവള കയറി കുറുകെ നിന്നിട്ട് പറയും, എന്നെ കഴിഞ്ഞ് പോകുന്നതൊന്ന് കാണട്ടെ എന്ന്. തടിലോറിയോട് തവള. രാവിലെ ആകുമ്പോൾ പടോന്നൊരു ശബ്ദം, പേസ്റ്റ് പോലെ ഒട്ടിക്കിടക്കും. തടിലോറി അതിൻ്റെ പാട്ടിന്. അത്രയേ ഉള്ളൂ ദൈവത്തോട് മസിൽ പിടിക്കുന്നവൻ. അതുകൊണ്ട് മസിലൊക്കെ മനുഷ്യനോട് പിടിച്ചോണം, ദൈവത്തോട് പിടിക്കരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ആമേൻ. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുന്ന മഹാദൈവം ഒരുത്തനിൽ നിന്ന്, ആ വാക്യം വായിച്ചു കൊടുത്ത്, അപ്പോസ്തലപ്രവൃത്തി 17:26. അങ്ങനെ തന്നെ ആണോ എന്ന് ഇവരൊന്ന് കേട്ടോട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കണ്ടോ, ഒരൊറ്റ രക്തത്തിൽ നിന്ന്, ആദാമെന്ന് പറയുന്ന ഒരുത്തന്റെ രക്തത്തിൽ നിന്നാണ് ഇവിടത്തെ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചത്. ദൈവമല്ല തരംതിരിച്ചത്, ദൈവം മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ ഇതിനെയൊക്കെ തരംതിരിച്ചു, തമ്മിലടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പണ്ട് കേരളത്തിലൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണിനടി ഉണ്ടാക്കുന്നെന്ന് അങ്ങേര് പാടിയപ്പോൾ ആരും അങ്ങേരെ ഇരുട്ടടി അടിച്ചില്ല, യേശുദാസിനെ. കാര്യം എന്താ? അങ്ങേര് പാടിയത് സത്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. ഈ മനുഷ്യന്മാരാണ് ഈ അടി മുഴുവൻ ഉണ്ടാക്കിയത്. ദൈവം തരംതിരിച്ചല്ല സൃഷ്ടിച്ചത്, ദൈവം ആണും പെണ്ണുമായിട്ട് മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അല്ലാതെ ദൈവത്തിന് വല്ല വ്യത്യാസമുണ്ടോ? പഠിപ്പുള്ളവനോട് ഇഷ്ടം, പഠിപ്പില്ലാത്തവന് ഇഷ്ടമില്ല, കറുത്തവനോട് ഇഷ്ടമില്ല, വെളുത്തവനോട് ഇഷ്ടം, കുറഞ്ഞവനോട് അത്ര ഇഷ്ടം പോരാ, കൂടിയവനോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെയുള്ള ഒരാളെ ദൈവം എന്നെങ്ങനെ വിളിക്കും? ദൈവമെന്ന് പറഞ്ഞാൽ സകല സൃഷ്ടിയെയും ഒന്നുപോലെ കാണുന്നവനും ഒന്നുപോലെ സ്നേഹിക്കുന്നവനുമായിരിക്കണം ദൈവം. അങ്ങനെയെങ്കിൽ ദൈവം ഇവിടെ ജാതിയും മതവും വേർതിരിച്ചില്ല. ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ആദാമ്യ രക്തത്തിൽ നിന്ന്, ഒറ്റ രക്തത്തിൽ നിന്നാ മനുഷ്യൻ. അല്ലേ അല്ലേ? മോനോ കൊച്ചുമോനോ ഭർത്താവോ കെട്ടിയനോ അമ്മായിയമ്മയോ ആരെങ്കിലും വണ്ടി ഇടിച്ച് ആശുപത്രി കിടക്കുമ്പോൾ ഭയങ്കര പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയാന്നിരിക്കട്ടെ, രക്തം തരാൻ വരുന്നത് BJP-കാരനാണെങ്കിലും പിണക്കമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ആരുടെ രക്തമായാലും ഒരു പിണക്കമില്ല. വോട്ട് ചോദിച്ചു വരുമ്പോഴേ പിണക്കമുള്ളൂ, രക്തം കൊടുക്കാൻ വരുമ്പോൾ പിണക്കമില്ല. ഒറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും സൃഷ്ടിച്ച ഒറ്റ ദൈവം, അതാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രഖ്യാപനം. അതുകൊണ്ടാണ് ഷമീർ അബ്ദുൽ സലാം എന്ന ഞാൻ ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണം, ഇത് മതം പഠിപ്പിക്കുന്ന പുസ്തകമല്ല, മനുഷ്യനെയും ദൈവത്തെയും പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ആമേൻ. ശ്രദ്ധിക്കുക. ആമേൻ. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ബൈബിൾ പറയുന്നു, ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപത്തിലായി. പാപം ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ അങ്ങ് ചിരി വരും. അയ്യോ, ചുമ്മാ ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഈ ഉപദേശിമാരുടെ കയ്യിൽ മൈക്ക് കിട്ടിയാൽ ഉടനെ അവർ പറയുന്നത് മനുഷ്യൻ പാപിയ പാപിയ പാപിയ, ചുമ്മാ ചിരിപ്പിക്കാനായിട്ട്, ചുമ്മാ ഉപദേശി ചിരിപ്പിക്കല്ലെന്നൊക്കെ പറയും. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അരമനയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കട അടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാം അരമന പാപി ഉണ്ടോ ഇല്ലയോ എന്നല്ലേ. പൂട്ടിട്ടിട്ടും പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, എന്നിട്ടും സമാധാനമില്ലാതെ വന്നപ്പം CCTV വെച്ചിട്ടാണ് സമാധാനത്തോടെ ഉറങ്ങിയത്. രാത്രി 10-11 മണി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പെങ്കൊച്ചിന് ഒറ്റയ്ക്ക് തിരുവനന്തപുരം സിറ്റി വരെ ഒറ്റയ്ക്ക് പോയിട്ട് വരാനും ധൈര്യമില്ലാത്ത കാലം ഇന്ന് എന്തിന് സിറ്റി പോകുന്നത്? സ്വന്തം അപ്പൻ്റെ അടുക്കൽ പെങ്കുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തിയേച്ച് മാർക്കറ്റ് വരെ പോകാൻ ഇന്ന് അമ്മമാർക്ക് ധൈര്യമില്ലാത്ത കാലത്താണ് ജീവിക്കുന്നതെന്ന് മറക്കരുത്. മനുഷ്യൻ പാവിയല്ല പോലും. പിന്നെ ആരാണവൻ? മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് വിഷം മനുഷ്യന്റെ അകത്ത് കുടിയിരിപ്പുണ്ട്. എത്ര മാന്യതയുടെ മുഖം മൂടി ധരിച്ചു നടന്നാലും
ഒരു ദിവസം അകത്തിരിക്കുന്ന വിഷം പുറത്തു വരും. ഒന്നുകിൽ കുടുംബത്തിൽ വരും, അല്ലെങ്കിൽ സമൂഹത്തിൽ വെളിപ്പെട്ടു വരും. കാരണം മനുഷ്യൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന വിത്ത് കിടപ്പുണ്ട്. ചില ആളുകളുടെ ചിന്ത മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ട് അവൻ പാപിയാകുന്നെന്നാണ് മണ്ടന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലല്ലല്ല, പാപമെന്ന് പറയുന്ന വിത്ത് അകത്ത് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എത്ര വേണ്ടെന്ന് വെച്ചാലും വേണ്ട. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിലൊരു 3 വയസ്സോ 4 വയസ്സുള്ള കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ. ആ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ കയ്യിലെ കളിപ്പാട്ടം നിങ്ങൾ ആരെങ്കിലും ഒന്ന് തട്ടിപ്പറിച്ചെടുത്തിട്ട് പറയാം, ഞാൻ തരത്തില്ല, പോടാ, തരത്തില്ലെന്ന് പറഞ്ഞാൽ ഈ കൊച്ച് ഉടനെ ദേഷ്യപ്പെട്ട് പോടാ പട്ടി എന്നൊക്കെ വിളിക്കും. ഈ കൊച്ചിന് ആരെങ്കിലും ട്യൂഷൻ എടുത്തു കൊടുത്തതാണോ? ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചതാണോ? ഈ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യപ്പെടാനും പോടാന്ന് വിളിക്കാനും പട്ടിയെന്ന് പറയാനും ഒക്കെ ഏതെങ്കിലും വീട്ടിൽ മക്കളെ ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കാറുണ്ടോ? തെറ്റ് പറയണമെന്ന് അങ്ങനെ ആരും പഠിപ്പിക്കാറില്ല. പക്ഷേ വളർന്നു വരുന്നതനുസരിച്ച് ഡിക്ഷണറിയിലില്ലാത്ത ഭാഷ പിള്ളേർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും, കേട്ടോണ്ടിരിക്കുക. പണ്ടുള്ള കാലമല്ല ഇപ്പം, അല്ലേ? ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂള് കട്ട് ചെയ്ത് ഒരു സിനിമ കാണാൻ പോയത് ഓർത്തു നോക്കേ. നമ്മുടെ ചെറുപ്പകാലം, ബാല്യകാലം ഓർത്തു നോക്കേ. കൂട്ടുകാരെല്ലാം കൂടെ വന്നു, അളിയാ ഇന്നൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. പോകാം. അപ്പം എന്തോട്ട് നെഞ്ചിടിക്കാൻ തുടങ്ങി. അയ്യോ ആരെങ്കിലും കാണുമോ? മാമൻ കാണുമോ, മാമി കാണുമോ, കുഞ്ഞമ്മ കാണുമോ, പപ്പയോട് പറഞ്ഞു കൊടുക്കുമോ, അമ്മയോട് പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെ നെഞ്ചിടിച്ച് ആരും കാണാതെ ഒളിച്ചും പാത്തും ബസ്സേ കയറി കണ്ണും പൊത്തി മുഖമൊക്കെ പൊത്തി നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി ഇരുട്ടത്ത് ആരും കാണാത്ത ഒരു കോർണറിൽ പോയിരുന്ന് ഒരു സിനിമ നെഞ്ചിടിപ്പോടെ കണ്ടു തീർത്തൊരു കാലം. ആ കാലം പോയി. ഇന്നത്തെ പിള്ളേർ സ്കൂൾ യൂണിഫോമും സ്കൂൾ ബാഗും തോളിലിട്ട് തിയേറ്ററിന് മുമ്പിൽ ചെന്ന് ഒരു മൊബൈൽ എടുത്ത് അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് പറയാണ്, ഹലോ ഗൈസ്, ഞങ്ങളിതാ തിയേറ്ററിൻ്റെ മുമ്പിലാണ് ഗൈസ് നിൽക്കുന്നത്, ഇവിടെ പടം സൂപ്പറായിട്ട് പോകുന്നുണ്ട്, രജനീകാന്ത് പൊളിച്ചു. അങ്ങനെ പറയുന്ന ഒരു കാലത്ത് നമ്മൾ എത്തി നിൽക്കുക. തർക്കമുണ്ടോ? ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കളെ പേടിച്ചു മക്കൾ വളർന്ന കാലം പോയി. ഇന്ന് മക്കളെ പേടിച്ചു മാതാപിതാക്കൾ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നോണമെന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് ചരിത്രം മാറി. ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. വഴിയിൽ പിടിച്ചു നിർത്തി എവിടെ പോന്നടാന്ന് ചോദിച്ചാൽ അവൻ്റെ വായൊന്ന് കേൾക്കുന്നത് ഡിക്ഷണറിയിലില്ലാത്ത ഭാഷയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനൊരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തി നിൽക്കുക. എന്നിട്ടും മനുഷ്യൻ പാവിയാണെന്ന് പറയുമ്പോൾ ചുമ്മാ ചിരിക്കുന്നവൻ്റെ ഒന്നും തലയിൽ ആളുതാമസമില്ലെന്ന്. അതുകൊണ്ട് പറയാം, തലയ്ക്കകത്തല്പം സുബോധമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വേദപുസ്തകം വിളംബരം ചെയ്യുന്ന ഒരേ ഒരു സത്യം, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സർവ്വ മനുഷ്യനും പാപത്തിലായി. ഇനി അടുത്ത ചിന്ത, പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. എന്താ? ഒറ്റ വാക്ക് അരുമനയോട് പറയാം. പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, അവൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ചവനെ മറന്നു, സൃഷ്ടിയ ദൈവമെന്ന് വിളിച്ചു. മനസ്സിലായില്ല? സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ചവനെ മറന്നു, സൃഷ്ടിയ ദൈവമെന്ന് വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ഉറക്കെ പറയണം. കേട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? പോരാ, നിങ്ങൾ പോരാ. ഉറക്കെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പ്രസംഗിക്കൂ. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം എന്നാണ് ഇവർ ഉത്തരം പറഞ്ഞത്, അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് 2023, അല്ലേ? അതുകൊണ്ട് ചോദ്യം ഒന്ന് മാറ്റി ചോദിക്കാൻ പോവാ. ഉത്തരം ഉറക്കെ ഇപ്പം പറഞ്ഞ പോലെ പറഞ്ഞോണം. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നതാര്? മനുഷ്യ. അതാണ് ദുരന്തം. പിടികിട്ടിയോ? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യനാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവിനെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? മനുഷ്യനുണ്ടാക്കി തരും ദൈവത്തെ.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ലിപ്സ്റ്റിക് ഉള്ള വേണോ, ലിപ്സ്റ്റിക് ഇടാത്ത? ആരുണ്ടാക്കി തരും? ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ. എന്നിട്ട് ഇവനൊരു അസുഖം വന്ന് ഇവൻ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ MBBS ഡിഗ്രിയും പഠിച്ച ഡോക്ടർ ഇവനെ നോക്കിയിട്ട് പറയും, ഞങ്ങളെ കൊണ്ടാവുന്നതും ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറയും. നോക്കെ, ദൈവത്തെ ഉണ്ടാക്കിയവൻ കട്ടിലേ കിടക്കുക. ഇത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം മനുഷ്യന്, ഡിഗ്രി ഒന്നും വേണ്ടടോ മനുഷ്യ, തലയ്ക്കകത്ത് ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാകും. മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നു, സൃഷ്ടിയെ ദൈവമെന്ന് വിളിച്ചു. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഞാനൊരു ഉദാഹരണം പറയാം. തമിഴ്നാട്ടിലെ അല്ല, കേരളത്തിലെ ഉദാഹരണമാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. കേരളത്തിൽ 2018 ഒരു സംഭവം ഉണ്ടായി. എന്താ പറ? 2018 നിങ്ങളാരും കേട്ടില്ലേ? കേരളത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. എന്താ? ജലപ്രളയം, വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലേ? ഇപ്പം കേരളത്തിലെ കാര്യം പറയാൻ പോവാം. 2018 ഞാൻ ചോദിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയാവൂ ഉത്തരം. 2018 വലിയ ജലപ്രളയം ഉണ്ടായി കേരളത്തിൽ. സകല മനുഷ്യൻ്റെയും വീട്ടിൻ്റെ അകത്ത് വെള്ളം ഇരച്ചു കയറി വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലും ഒക്കെ എന്ത് കയറി? വെള്ളം കയറി. വെള്ളം കയറിയപ്പോൾ ഈ ക്രിസ്ത്യാനിയുടെ വീട്ടിലിരുന്ന യേശുവും ഗീവർഗീസ് പുണ്യാളനും ഉൾപ്പെടെ വെള്ളത്തിൽ എന്ത് ചെയ്തു? ഒഴുകി പോയി. കേരളത്തിലാന്നേ ഒഴുകിപ്പോയി. ഒഴുകിപ്പോയപ്പോൾ ഈ ചാക്കോച്ചായൻ ഇത് കണ്ട് ചാടി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ യേശു ഒരു സൈഡിൽ ഒഴുകിപ്പോന്നു, വർഗീസ് ഒരു സൈഡിൽ ഒഴുകിപ്പോ, ഇങ്ങനെ പോയി. ഇതെല്ലാം കണ്ടപ്പോൾ ചാക്കോച്ചൻ ആകാശത്തോട്ട് നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ ഇങ്ങനെ രക്ഷിക്കാനായിട്ട് പാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ വെളിയിലിറങ്ങി നിന്ന് കയ്യും പൊക്കിയിട്ടൊരു നിലവിളി, ഹെലികോപ്റ്റർ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നാണോ പറഞ്ഞത്, അതോ ആ യേശുവിനെ ഒന്ന് രക്ഷിക്കൂ എന്നാണോ? സത്യമേ പറയാവൂ, പറ പറ. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? പറ. എന്നെ രക്ഷിക്കണേ എന്നല്ലേ? അപ്പോൾ ഹെലികോപ്റ്റർ താഴെ വന്നു, ചാക്കോച്ചനെ തൂക്കിയെടുത്തു, രക്ഷിച്ചു, ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി ഇരുത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി, ചാക്കോച്ചൻ സമാധാനത്തോടെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇല്ല, ഒഴുകിപ്പോയ യേശു അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിപ്പോയി അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കണേ. എന്നിട്ടും നിനക്ക് തലേ കയറിയില്ലെങ്കിൽ നിന്നെ എന്ത് പറയാനാ? ഇതൊന്നും മനസ്സിലാക്കാനൊന്നും ഡിഗ്രി വേണ്ടടോ മനുഷ്യ, മനസ്സിലായോ? ആമേൻ. സൃഷ്ടാവായ ദൈവം ആരെന്ന് തിരിച്ചറിയാതെ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. മനുഷ്യൻ സൃഷ്ടിയെ ദൈവമെന്ന് വിളിച്ചു. അതാണ് പാപം അകത്ത് കയറിയപ്പോൾ സംഭവിച്ച മഹാദുരന്തം. മനുഷ്യൻ തന്നെ നിർമ്മിച്ച ഈശ്വരനെ മറന്നു, സൃഷ്ടിച്ചവനെ മറന്നു, സൃഷ്ടാവിനെ മറന്നു. വേദപുസ്തകം അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. വായിച്ചേ, റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചു കേട്ടെ. റോമർ 1, 21, 22, 23. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ മനുഷ്യൻ അറിഞ്ഞിട്ടും, സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും, സകലത്തെ ഉണ്ടാക്കിയ ഒരു ഈശ്വരനുണ്ട്, പടച്ചവനുണ്ട്, സൃഷ്ടാവുണ്ട് എന്നറിഞ്ഞിട്ടും ആ സൃഷ്ടാവിന് മഹത്വം കൊടുക്കാതെ മനുഷ്യൻ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങിയെന്നാണ് വായിച്ചത്. എന്താണ് മനുഷ്യൻ ചെയ്തത്? അടുത്ത വാക്ക്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ ഇരുട്ടിലായിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. കണ്ടോ, മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് കയറിയപ്പോൾ മനുഷ്യന്റെ അകത്തൊരു ചിന്ത വന്നു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. ഇന്നും മനുഷ്യന്റെ അകത്ത് ഈ ചിന്തയുണ്ട്. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാമെന്നും പറഞ്ഞിരിക്കും, ഒന്നും അറിഞ്ഞുകൂടാ. പണ്ടേ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്ത് പാലോട് അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ
സംഘാടകർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ ഒരു ബന്ധു അപ്പുറത്ത് താമസമുണ്ട്, അദ്ദേഹത്തോടൊന്ന് സുവിശേഷം പറയാൻ വരാമോ? ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ അപ്പുറത്തെ ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നു. അച്ചായൻ ഇങ്ങനെ ചാരുകസേര കിടക്കണു. അച്ചായനോട് ഞാൻ പരിചയപ്പെട്ടു. സുവിശേഷമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ അച്ചായൻ എന്നോട് ചോദിച്ചു, നിക്ക് മോനെ, എത്ര വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്? അപ്പം ഞാൻ അന്ന് 8-10 വർഷമേ ആയുള്ളൂ. ഇപ്പം 21 വർഷമാകുന്നു. അന്ന് 8-10 വർഷം ആയിട്ടുള്ളൂ വിശ്വാസത്തിൽ വന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ 8-9 വർഷമേ ആയുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. അത്രയല്ലേ ഉള്ളൂ? എനിക്ക് വയസ്സ് 54 അറിയാമോ? ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ വന്ന മോൻ യേശുവിനെ കുറിച്ച് പറയാൻ? അപ്പം ചില ആളുകളുടെ ചിന്ത ഇതാ, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനിയാണെന്ന് ചിന്തിച്ചിരിക്കുക നമ്മുടെ നാട്ടിൽ പല ആളുകൾ. അപ്പം ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞു, നാട്ടെ അച്ഛാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, എന്നാൽ പിന്നെ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് പ്രാർത്ഥിച്ചോ, അതിനിപ്പോൾ എന്നാ കുഴപ്പം, നല്ല കാര്യമല്ലയോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ചുമ്മാ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നൊരു ചിന്ത. ഞാൻ പെട്ടെന്ന് പുള്ളിയോട് ചോദിച്ചു, അച്ഛാ ഒരു സംശയം ചോദിച്ചോട്ടത്. എന്നാന്ന് ചോദിച്ചു, ഈ യേശുവിൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. സൺഡേ ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യമാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിച്ചു, അച്ഛാ യേശുവിൻ്റെ പേരെന്നാ? ഉടനെ പുള്ളി അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. പുള്ളി വളരെ സിമ്പിളായി പറയുക, യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം യേശുവിന്. 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാണ്, എനിക്കെല്ലാം അറിയാം. പക്ഷേ സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിനോട് ചോദിക്കുന്നൊരു കാര്യം ചോദിച്ചപ്പോൾ പറയുക, യേശുവിൻ്റെ പേര്. ചിലർ ഇതിൻ്റെ അകത്തും കണ്ണും തള്ളിയിരിക്കുക, യേശുവിന് വേറെ പേരുണ്ടോന്ന്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യപിതാവ് എന്ന് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടും. സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിനോട് ചോദിച്ച പറയുന്ന കാര്യം 54 വർഷമായ ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല, പക്ഷെ മസിൽ പിടുത്തത്തിനൊരു കുറവുമില്ല. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. ഇതാ ഇവിടെ പൗലോസ് എഴുതി വെച്ചത്, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ, ഇത് ഞങ്ങൾ പെന്തിക്കോസുകാരും എഴുതി വെച്ചതല്ല. സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മ നിയോഗത്താൽ വെളിപ്പെടുത്തി കൊടുത്ത തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമാലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ സ്രഷ്ടാവിനെ അറിഞ്ഞിട്ടും ആ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം, അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ആർക്കൊക്കെ കൊടുത്തു? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. മനുഷ്യന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്തു. അപ്പോൾ ഇവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. പനി വരുന്ന, ചുമ വരുന്ന, ആമേൻ, നീര് വരുന്ന, മൂക്കൊലിപ്പ് വരുന്ന പീറം മനുഷ്യൻ ഇവിടെ ആൾ ദൈവങ്ങളായി മാറി. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. സൃഷ്ടാവിനെ അറിയുക. അരുമനദേശമേ, സൃഷ്ടാവിനെ അറിയുക, സൃഷ്ടാവിനെ അറിയുക. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു, മനുഷ്യന് മഹത്വം കൊടുത്തു. അടുത്തത് ക്ഷയമുള്ള മനുഷ്യൻ, പിന്നെ പക്ഷി, പിന്നെ നാൽക്കാലി, പിന്നെ ഇഴജാതി. കണ്ടോ, മനുഷ്യന് മഹത്വം കൊടുത്തു, നാൽക്കാലിക്ക് മഹത്വം കൊടുത്തു, പക്ഷിക്ക് മഹത്വം കൊടുത്തു, ഇഴജാതിക്ക് മഹത്വം കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുന്നു. തമിഴ്നാട്ടിലല്ല കേട്ടോ, കേരളത്തിൽ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ?
ആമേൻ. മനുഷ്യനും പക്ഷിയും നാൽക്കാലിയും ഇടജാതിയും ഒക്കെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കട്ടുകൊണ്ടുപോകുന്ന കാലത്തിലേക്ക് മനുഷ്യൻ വന്നെത്തിയതിൻ്റെ കാരണം അവൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി, സകലത്തെയും പടച്ചുണ്ടാക്കിയ പടച്ചവനെ മറന്നുപോയി, സകലത്തെയും ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉളവാക്കിയ ഈശ്വരനെ മനുഷ്യൻ മറന്നുപോയി. ഇന്ന് രാത്രി എന്തിനീ സുവിശേഷ യോഗം ഇവിടെ നടത്തപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അരുമനദേശമേ, സൃഷ്ടാവിങ്കലേക്ക് മടങ്ങുക, സൃഷ്ടിച്ചവനിലേക്ക് മടങ്ങുക, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുക. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി, സൃഷ്ടിയ ദൈവമെന്ന് വിളിച്ചു. കാരണം പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. ഈ പാപം മനുഷ്യന്റെ അകത്ത് കയറി ഭൂമിയിൽ പാപം പെരുകി 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 തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ മുമ്പിൽ ന്യായപ്രമാണം നൽകിക്കൊടുത്തു. എന്തിന്? അടുത്ത ചിന്ത പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോണം. മോശ മുഖാന്തരം ദൈവം മനുഷ്യനൊരു പ്രമാണം കൊടുത്തു. എന്തിനാ പ്രമാണം കൊടുത്തേ? നമ്മുടെ നാട്ടിലെ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് ഈ മോശയിലൂടെ നൽകപ്പെട്ട ന്യായപ്രമാണത്തിലെ കൽപ്പനകളൊക്കെ അനുസരിച്ചങ്ങ് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൊടുത്തതാണെന്ന പലരും ചിന്തിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, സുഹൃത്തെ, കൂട്ടുകാരാ, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പൂജകളും വഴിപാടുകളും യാഗങ്ങളും അനുഷ്ഠിച്ചാൽ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം തരണം. ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം മുമ്പോട്ട് വെക്കട്ടെ. ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ യേശു മരിച്ചത് എന്തിന്? ആമേൻ. ഒരു ഉത്തരം കണ്ടെത്തിക്കോ. യേശു മരിച്ചത് എന്തിന്? സ്വർഗത്തിൽ ഇരുന്നപ്പം തലയ്ക്ക് ചൂടടിച്ചു, എന്നാ പിന്നെ ഭൂമി പോയെന്ന് ചത്തേക്കാന്ന് വിചാരിച്ചു, അങ്ങനെ വന്ന് ചാത്തതോ? സ്വർഗത്തിലിരുന്നപ്പോൾ തലയ്ക്ക് ചൂടളകി ഭൂമി പോയി ചാകാമെന്ന് വിചാരിച്ചൊരു ഹോബിക്ക് വന്നതല്ല. മനുഷ്യന്റെ യാഗങ്ങളും കർമ്മങ്ങളും പൂജകളും വഴിപാടുകളും ഒന്നും അവന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം വരുത്തത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇതാ ഞാൻ വരുന്നു. ഇത് ഷമീർ അബ്ദുൽ സലാമിന്റെ വാക്കല്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചുകൊണ്ട് കേൾക്കട്ടെ. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ടും നിൽക്കുന്നു. ആര്? ഇവർക്ക് മനസ്സിലായോന്നറിയാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കൊടുത്തോ, ഒന്നുകൂടെ കേൾക്കട്ടെ. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആര്? ഇവര് പറയട്ടെ ഉത്തരം. ഏതൊരു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആര്? ഏതു പുരോഹിതന്മാരും പാപങ്ങളെ പരിഹരിക്കാൻ കഴിവില്ലാത്ത എന്നാണ് ഇവിടെ വായിച്ചത്. ഉലകത്തിലേതെങ്കിലും ബൈബിളിൽ പാപങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള യാഗമെന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ പ്രസംഗ പരിപാടി നിർത്താം. ക്രിസ്ത്യാനിയുടെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ബൈബിളിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വച്ചിരിക്കുകയാണ്, പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് പുരോഹിതന്മാർ നിൽക്കുന്നു. പക്ഷെ അടുത്ത വാക്കൊന്ന് കാതു തുറന്ന് കേട്ടേ. യേശുവോ? എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഈ യാഥാർത്ഥ്യമല്ലേ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്? യേശുവാണ് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചത്.
മനുഷ്യൻ്റെ ഒരു പ്രമാണങ്ങൾക്കും യാഗങ്ങൾക്കും പൂജകൾക്കും വഴിപാടുകൾക്കും മനുഷ്യൻ്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്നവന് മോക്ഷം കൊടുത്തില്ലാത്തത് കൊണ്ടാണ് യേശു വരേണ്ടി വന്നത്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ എന്തിനാണ് ദൈവം മനുഷ്യന് പ്രമാണം കൊടുത്തേ? അതൊരു ചോദ്യമല്ലേ? അതെ, അതിന് രണ്ട് ഉത്തരമുണ്ട്. ഒന്ന്, തെറ്റെന്ത് ശരിയെന്ത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ ഇവിടെ എന്തു വേണം? നിയമം വേണം. വേണോ? വേണ്ടേ? നിങ്ങൾ ഇവിടുന്ന് യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാറിൽ വന്നവർ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പോട്ടെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? പറ. സീറ്റ് ബെൽറ്റ് ഇടും അല്ലേ? ആ, എന്തിനാ ഇടുന്നേ? ഇല്ലെങ്കിൽ വഴിയിൽ മാമന്മാർ പിടിച്ച് പെറ്റി അടയ്ക്കും അല്ലേ? ബൈക്കിൽ വന്നവര് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെടുത്തിടും? തലേ ഹെൽമറ്റ് എടുത്തിടും. എന്തിനാ? രാജ്യത്ത് നിയമമുണ്ട്. ഈ നിയമം വരുന്നതിന് മുമ്പ് ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും ഹെൽമറ്റ് ഇല്ലാതെ ഇതേ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചവരാ. ആരും പിടിച്ചില്ല. എന്തുകൊണ്ട്? നിയമമില്ലായിരുന്നു. പക്ഷെ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ മനസ്സിലായി, ഇനി ഇത് വെച്ചില്ലെങ്കിൽ കുറ്റകരമാണ്. നിയമം വന്നതുകൊണ്ടല്ലേ അത് കുറ്റമാണെന്ന് മനസ്സിലായേ? സിഗ്നൽ ലൈറ്റ് ഉള്ളത് കൊണ്ടല്ലേ അതിലെ ലൈറ്റ് കാണുമ്പോൾ നിർത്തണമെന്ന് മനസ്സിലായ? അപ്പം നിയമമുണ്ടെങ്കിലേ തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം മനുഷ്യന് മോശ മുഖാന്തരം ദൈവം പ്രമാണം കൊടുത്തു. നാട്ടുഭാഷ പറഞ്ഞാൽ കാറ്റലോഗ്, യൂസേഴ്സ് മാനുവൽ. മനസ്സിലായോ? ഇല്ല. നമ്മൾ ഈ കടയിലോട്ട് ചെന്ന് ഓരോ സാധനം വാങ്ങിയാൽ കൈ കെട്ടുന്ന വാച്ച്, ഈ ഉപയോഗിക്കുന്ന മൈക്ക്, ഇവിടെ ഇരിക്കുന്ന ഏതൊരു ഉപകരണം വാങ്ങിയാലും അതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് കിട്ടും. അത് ഉണ്ടാക്കിയ കമ്പനിക്കാരുടെ നിബന്ധന അല്ലേ? യൂസേഴ്സ് മാനുവൽ. വേണ്ട, മെഡിക്കൽ സ്റ്റോറിൽ പോയി 10 രൂപയുടെ എലിവഷം മേടിച്ചാൽ ആ കൂടിൻ്റെ അകത്തും ചുരുട്ടി വെച്ചിരിക്കും ഒരു പേപ്പർ. തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിരിക്കും ഉപയോഗിക്കേണ്ടുന്ന വിധം. എന്നിട്ട് എഴുതി വെക്കും, കുട്ടികളുടെ അടുക്കൽ വെക്കരുത്, ആഹാരത്തിൻ്റെ സമീപം വെക്കരുത്, ബിസ്ക്കറ്റാന്നും പറഞ്ഞ് പിള്ളേരെടുത്ത് തിന്നാൽ തട്ടിപ്പോകും, അതുകൊണ്ട് മാറ്റി വെക്കണം എന്ന് കമ്പനിക്കാർ ഉണ്ടാക്കിയ കമ്പനിക്കാരുടെ നിബന്ധന. അതാണ് യൂസേഴ്സ് മാനുവൽ. ഇതുപോലെ മനുഷ്യനെ ഉണ്ടാക്കിയവൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ, മനുഷ്യനെ നിർമ്മിച്ചവൻ, ആ മനുഷ്യനെ നിർമ്മിച്ച കമ്പനി സ്വർഗം, ആ ദൈവം മനുഷ്യനൊരു കാറ്റലോഗ് കൊടുത്തു. എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടും, എന്ത് ചെയ്തു കൂടാ, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ദൈവം ഇഷ്ടപ്പെടും, എന്ത് ചെയ്താൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുമെന്ന് തരംതിരിച്ചെഴുതിയ കാറ്റലോഗ് ദൈവം മനുഷ്യന് കൊടുത്തു. ന്യായപ്രമാണം. എന്തിന്? തെറ്റും ശരിയും തിരിച്ചറിയാൻ. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഞാൻ പറയാം, ഒന്ന് തീരട്ടെ. തെറ്റെന്ത് ശരിയെന്ത് എന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ടതിന് ദൈവം മനുഷ്യന് പ്രമാണം കൊടുത്തു, നിയമം കൊടുത്തു. പക്ഷേ മനുഷ്യനാരാ മോഹൻ? പ്രമാണം കക്ഷത്തിൽ വെച്ചുകൊണ്ട് അവൻ പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാ ഞങ്ങളുടെ നാട്ടിലും ചില ക്രിസ്ത്യാനികൾ. കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായില്ല, പറയാം. മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. എന്ത് മേടിച്ചു? ഫ്രിഡ്ജ് മേടിച്ചു. മറിയാമ്മയ്ക്കും കിട്ടി ഒരു യൂസേഴ്സ് മാനുവൽ, ഉപയോഗിക്കേണ്ടുന്ന വിധം. മറിയാമ്മ ഈ ബുക്കിലെറ്റ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഒരു കമ്പിളി തുണി എടുത്ത് ഫ്രിഡ്ജിൻ്റെ തലയിലോട്ടങ്ങ് വിരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ അകത്ത് ഐസ് കട്ട പിടിച്ചങ്ങ് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജല്ലേ. ഇത് കണ്ട മറിയാമ്മ അടുക്കളയിൽ പോയി പിച്ചാത്തി എടുത്തോണ്ട്, കത്തി എടുത്തോണ്ട് ഐസ് കട്ട കുത്തി ഇളക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഡിഗ്രിയുള്ള കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്. അവൻ ചോദിച്ചു, അമ്മച്ചി എവിടെ പോന്നു പിച്ചാത്തിയും കൊണ്ട്? എടാ, ഫ്രിഡ്ജിൻ്റെ അകത്ത് ഐസ് കട്ട പിടിച്ച കണ്ടില്ലേ, കുത്തി ഇളക്കാൻ പോവാന്ന്. ഉടനെ ചെറുക്കൻ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നമ്മാമേ. എന്നാടാ? അമ്മാമേ, ആ ഫ്രിഡ്ജിൻ്റെ കൂടെ കിട്ടിയ പുസ്തകം എന്ത് ചെയ്യേ? ആ പുസ്തകമൊക്കെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മാമേ, വല്ലപ്പോഴും എങ്കിലും അതെടുത്തൊന്ന് വായിക്ക്. എന്നാത്തിനാ വായിക്കുന്നേ? അമ്മാമേ, ഈ കമ്പനിക്കാർ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ചിട്ടുള്ള ചെറിയ കുഴലുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്രിഡ്ജ് വെള്ളം തണുത്ത് ഐസാകുന്നത്. അപ്പം മൊനയുള്ള കമ്പിയോ സൂചിയോ പിന്നോ പിച്ചാത്തിയോ ഒന്നും കൊണ്ട് അത് ഈ കുത്തരുത്.
കുത്തിയാൽ ഇതിനകത്ത് ഹോള് വീഴും. അപ്പോൾ ഗ്യാസ് ലീക്കാവും. പിന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്തിട്ട് വേണം ഈ ഐസ് കട്ട അലിച്ച് കളയാനെന്നൊക്കെ കമ്പനിക്കാർ വെണ്ടയ്ക്ക പോലെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകം എവിടെ ഇരിക്കുക പറഞ്ഞ് ഫ്രിഡ്ജിൻ്റെ തലയിൽ. ഉടനെ മറിയാമ്മ പറഞ്ഞ മറുപടി കേൾക്കണോ? ഓ പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല. ഞങ്ങളുടെ വലിയപ്പച്ചൻ്റെ കാലം തൊട്ട് ഈ കുത്തുന്നത്. ഇങ്ങനെ കുത്തു. കുത്ത്. എന്തോ മനസ്സിലായി? പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം മനസ്സിലായില്ല. പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വലിയപ്പച്ചൻ്റെ കാലം തൊട്ടുള്ള ഇങ്ങനെ കുത്തത്തോളന്ന്. മറിയാമ്മ പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ കേരളത്തിൽ ചില ക്രിസ്ത്യാനികൾ. അവരുടെ വീട്ടിലും ബൈബിൾ ഇരിപ്പുണ്ട്. എവിടെ? ഷോക്കേഴ്സിൽ. എന്നിട്ട് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും തുണ്ട് പേപ്പറും ഒക്കെ കൊണ്ടുചെന്ന് ബൈബിളിൻ്റെ അകത്ത് വെച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ചിട്ട് റോഡേ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കും. കേരളത്തിലാണ്. തമിഴ്നാട്ടുകാരെ പറഞ്ഞെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ബൈബിളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നവരെ കാണുമ്പോൾ ഭയങ്കര ഇച്ചിച്ചിയാണ്. പക്ഷേ ഓലക്കാലം പിടിച്ചുകൊണ്ട് പോകുന്നത് അഭിമാനമാണ്. അങ്ങനെ തോന്നുന്ന ആളുകളുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രി നിൻ്റെ കണ്ണ് തുറന്നിട്ട് നീ പുസ്തകം തുറന്നൊന്ന് വായിക്ക്. പുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന നോക്ക്. വേദപുസ്തകം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. പോരാ, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ നാമമത്രേ യേശു. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനം, ആ പ്രമാണം മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയിട്ടും അത് മനുഷ്യന് ദൈവം കൊടുത്തിട്ടും പ്രമാണം കരത്തിൽ വെച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയ ഇസ്രായേലിയ ജനം പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് കണ്ടുപോയി. ഭൂമിയിൽ പാപം പെരുകി. അപ്പോൾ പ്രമാണം കൊടുത്തതിൻ്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞു, തെറ്റും ശരിയും മനുഷ്യൻ തിരിച്ചറിയേണ്ടതിന്. രണ്ടാമത്തെ കാരണം പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ആമേൻ. ഈ മനുഷ്യൻ്റെ അകത്തു കയറിയ പാപം മനുഷ്യൻ്റെ നിലവിലുള്ള ഏതെങ്കിലും ഒരു യാഗ പൂജ പുണ്യ ക്രിയാദി പ്രവർത്തികൾ കൊണ്ട് അവൻ്റെ അകത്തു കയറിയ പാപം പുറത്തു പോകത്തില്ലെന്ന് മനുഷ്യന് എന്ന് ബോധ്യപ്പെടുന്നു, അന്ന് മാത്രമേ അവൻ വിശ്വാസത്താലുള്ള രക്ഷ അംഗീകരിക്കത്തുള്ളൂ. അത് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ്. അത് ദൈവത്തിന് നന്നായി അറിയാം. ക്യാൻസർ ആണെന്ന് അറിഞ്ഞല്ലോ. വേണ്ട, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ, അപ്പുറത്തെ പള്ളിയില്ലയോ, ഏത് ആ പ്രാർത്ഥനാലയം, അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഒത്തിരി ദൈവദാസന്മാരൊക്കെ വരുന്നുണ്ട്, രോഗികളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. ചാക്കോച്ചൻ ഒന്ന് അങ്ങോട്ട് പോകുന്നെങ്കിൽ ചിലപ്പം ദൈവം സൗഖ്യമാക്കിയാലോ എന്ന് ചോദിച്ചു. ഉടനെ ചാക്കോച്ചൻ പറയാം, ഞാനോ? പെന്തിക്കോസുകാരുടെ പ്രാർത്ഥനയിൽ ഞാൻ. കൊള്ളാം. എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബക്കാരേതാണെന്നറിയാമോ? കുടുംബ കല്ലറ എവിടെയാണെന്നറിയാമോ? അതൊക്കെ വിട്ടിട്ട് പെന്തിക്കോസുകാരുടെ പ്രാർത്ഥന ഞാൻ. അതിനേക്കാൾ നല്ലത് ഞാൻ ക്യാൻസർ വന്ന് ചാകുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മാമ്മ അങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ച, വയനാട്ടിൽ കേളു വൈദ്യൻ എന്ന് പറഞ്ഞൊരു വൈദ്യനുണ്ട്, എല്ലാ രോഗവും മാറ്റുമെന്നാ കേട്ടെ, നമുക്കവിടെ ഒന്ന് പോയാലോ? ഉടനെ ചാക്കോച്ചൻ ചാടി എഴുന്നേറ്റു. പിന്നെന്താ, പോകാം, എടുക്കടാ വണ്ടി, വിടടാ വയനാട്. വിട്ടു. വയനാട് ചെന്നു. കേളു വൈദ്യൻ നോക്കിയേച്ച് പറഞ്ഞു, ചാക്കോച്ച, ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. ഒരു കാര്യം ചെയ്യ്, ഈ വനം കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ മൈസൂർ വഴി നേരെ കർണാടക വിട്ടോ, അവിടെ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എടുക്കടാ വണ്ടി, വിടടാ. കർണാടകയിൽ ചെന്നു. അവിടുത്തെ വൈദ്യൻ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇച്ചിരി കടുത്തു പോയല്ലോ, ഒരു കാര്യം ചെയ്യ്, വണ്ടി ഈ സൈഡിലോട്ട് ഒതുക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് വിട്ടോ, അവിടെ കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന ഒരു പുതിയ വിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒതുക്കടാ വണ്ടി, എടുക്കടാ ഫ്ലൈറ്റ്. നേരെ വിട്ടു ഡൽഹിക്ക്. ഡൽഹി ചെന്നപ്പോൾ അവിടെ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഈ ഇച്ചിരി കടുപ്പമാ, ഇത് നടക്കുകയല്ല ഇവിടെ, ഒരു കാര്യം ചെയ്യും, മലേഷ്യക്ക് വിട്ടോളാൻ പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് മലേഷ്യ വിട്ടു. മലേഷ്യ ചെന്നപ്പോൾ അവർ നോക്കിയാൽ അവിടുത്തെ ഡോക്ടർമാരെല്ലാം കൂടി ഇരുന്നിട്ട്, ചാക്കോച്ച, ഒരു കാര്യം പറയാം, വിഷമിക്കരുത്. എന്താ? ഇനി ഉലകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, ദൈവത്തോട്
പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മലേഷ്യ എന്ന് പുള്ളി കറങ്ങി തിരിഞ്ഞു എവിടെ വന്നു? അരമനയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇല്ല അമ്മാമ്മ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ചാക്കോച്ചാ ദേ ആ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നില്ലേ, ഉപവാസം, അവിടെ ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന, ഒന്നങ്ങോട്ട് പോന്നോ? അന്നേരം ചാക്കോച്ചൻ, എന്നാ പിന്നെ ഒന്നങ്ങോട്ട് പോകാം. ഇതാണ് മനുഷ്യൻ്റെ പരിപാടി. ആരോഗ്യത്തോടിരിക്കുമ്പോൾ അവൻ്റെ പുറകെ നടന്ന് വിളിച്ചാലും അവൻ ദൈവസന്നിധി വരത്തില്ല. കണ്ണും കരലും കിഡ്നിയും അടിച്ചുപോയി ICU കിടക്കുമ്പോഴാണ് പാസ്റ്ററേ പ്രാർത്ഥിക്കണം പാസ്റ്ററേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എടാ എന്തിനാടാ ഈ പണിക്ക് പോകുന്നത്? ആരോഗ്യത്തോടിരിക്കുമ്പം ദൈവം നിന്നെ വിളിക്കുമല്ലേ, നീ സറണ്ടറാവ്. ആരോഗ്യത്തോടിരിക്കുമ്പം ദൈവത്തിൻ്റെ സന്നിധി സറണ്ടറാവ്. വെറുതെ കണ്ണും കരലും കിഡ്നിയും അടിച്ചു പോയിട്ട് കർത്താവിനെ അറിയാൻ നിൽക്കാതെ. അതുകൊണ്ട് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ് പലതും നഷ്ടപ്പെട്ടെങ്കിലേ ദൈവമുഖത്തേക്ക് നോക്കത്തുള്ളൂ. ആവുന്ന പണി 58 നോക്കി, പൂജകള്, വഴിപാടുകള്, കാളക്കിടാവ്, ആട്ടുകൊറ്റന്മാര്, പ്രാവിൻ കുഞ്ഞ്, സകലത്തെയും യാഗം കഴിച്ചു നോക്കി. പക്ഷേ മനുഷ്യൻ പിന്നെയും 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 പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടേയിരുന്നു. അവസാനം തമ്പുരാന് മനസ്സിലായി മനുഷ്യൻ പഴുത്തു. സകല യാഗങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് ഇവൻ പഴുത്ത് നിൽക്കുകയെന്ന് മനസ്സിലായപ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശേ മരുഭൂമിയിൽ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു. മനസ്സിലായോ? എന്തിനാ? അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരണത്തിലേക്ക് പോകുന്ന ആളുകൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു നാണയത്തുട്ട് കൊടുക്കാതെ, 1 കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് ചുമ്മാ ഒന്ന് നോക്കിയാൽ മരണം മാറും, ജീവൻ വരും. മരിക്കാൻ പോകുന്നവൻ ജീവനിലേക്ക് തിരിച്ചു വരും. 1 രൂപ ചെലവില്ല. ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്കൊന്ന് നോക്കിയാൽ മതി എന്ന് മോശ മുഖാന്തരം മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്താൻ പറഞ്ഞു. ഇതെന്തിനാണെന്ന് അരമനക്കാർക്ക് അറിയാമോ? അറിയത്തില്ലെങ്കിൽ കേട്ടോ. യേശുവിൻ്റെ മറുപടി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലുണ്ട്. ഇതെന്തിനാണെന്ന് വായിച്ചുകൂടെ? യോഹന്നാൻ 3:14 യേശുവിൻ്റെ വാക്കുകൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. കണ്ടോ? എന്തിനാ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയെന്ന് യേശു പറഞ്ഞത് കേട്ടോ? എന്തിനാ? ആമേൻ. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് അക്ഷരീകമായ മരണത്തിലേക്ക് പോകുന്ന ആളുകൾ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്കൊന്ന് നോക്കിയാൽ മരണം മാറി ജീവിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ കാൽവരിയിൽ ഉയർത്തപ്പെടുമ്പോൾ ആത്മീകമാകുന്ന നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ഉയർത്തപ്പെട്ട കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ, 1 കിലോമീറ്റർ നടക്കാതെ സൗജന്യമായി പാപമോചനം ലഭിക്കും. ഉയർത്തപ്പെട്ട കാൽവരിയിലേക്ക് നോക്കിയാൽ. അതാണ് സുവിശേഷം. ഇപ്പോഴും ഇത് തലയ്ക്കകത്ത് കയറാത്ത ആളുകളുണ്ട് നാട്ടിൽ. ആമേൻ. യേശുക്രിസ്തു പറഞ്ഞു, മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. എന്തിന്? മനുഷ്യൻ ആത്മീക മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ. അതിനാ മോശയോട് മരുഭൂമിയിൽ ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ ദൈവം പറഞ്ഞത്. അത്രയും പറയുമ്പോൾ ഒരു ചിന്തയും കൂടെ പറയണം. ഞങ്ങളുടെ നാട്ടിലെ കേരളത്തിലെ ഒരു പുരോഹിതൻ ഒരിക്കൽ പെന്തക്കോസുകാരെ കളിയാക്കിക്കൊണ്ട് പ്രസംഗിക്കുക. എല്ലാവരുമല്ല, നമ്മുടെ പല പുരോഹിതന്മാർക്കും പ്രാർത്ഥിക്കുന്നവരോട് ബഹുമാനമാണ്. എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി അച്ഛന്മാരുണ്ട്. അവരൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ചില ബൈബിൾ പരമായ വിഷയങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്. നല്ല പുരോഹിതന്മാരുണ്ട് കേട്ടോ. ദൈവത്തെ ഭയപ്പെടുന്ന, പ്രാർത്ഥിക്കുന്നവരെ ആദരിക്കുന്ന നല്ല ദൈവദാസന്മാരുണ്ട്. അങ്ങനെയുള്ള പുരോഹിതന്മാരുണ്ട്. അവരെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കുമ്പോൾ നമുക്കറിയാം. ഒരു കൺവെൻഷൻ നടക്കുന്നു, ഉടനെ അവർ പറയും ഓക്കെ നിങ്ങളുടെ കൺവെൻഷൻ നടക്കട്ടെ, നമ്മൾ നമ്മുടെ മീറ്റിംഗ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുക. അങ്ങനെ പറയുന്ന ഒരു പരസ്പര ഒരു സഹകരണ മനോഭാവമുള്ള ദൈവദാസന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ എണ്ണപ്പെട്ട ചില ആളുകൾ നമ്മെ പരിഹസിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു പുരോഹിതൻ പറയുകയാണ്, ഈ മോശയോട് മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് ആരാ? ദൈവം. ദൈവം. അപ്പൊ ദൈവം പറഞ്ഞിട്ടല്ലേ മോശ
സർപ്പത്തിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കിയത്? അതെ. അപ്പം ദൈവം പറഞ്ഞിട്ടല്ലേ അത് ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങളുടെയൊക്കെ പള്ളിയിലിരിക്കുന്ന വിഗ്രഹത്തിനെതിരെ നിങ്ങൾ എന്തിനാണ് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്, ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്, ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ നമുക്കവിടെ മറുപടി പറയാൻ അവസരമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട പുരോഹിത, അങ്ങ് ഉണ്ടാക്കിയത് മാത്രം പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ചത് ശരിയായില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നോ? അതല്ലേ നീതി, അതല്ലേ സത്യസന്ധമായ കാര്യം? അങ്ങ് അത് പറയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് അങ്ങനൊരു ചിന്ത ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തിരുത്തപ്പെടാൻ വേണ്ടി അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ഞാൻ വായിപ്പിച്ച് കേൾപ്പിക്കാം. 2 രാജാക്കന്മാർ, 2 കിങ്സ്, 2 രാജാക്കന്മാർ 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് കേട്ടോണം. വായിച്ചേ. 2 രാജാക്കന്മാർ 18-ന്റെ 1 മുതൽ. ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ, ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ ഗോഷയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഗാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. ഒന്ന് കേട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൂടെ പറഞ്ഞു തരാം. ഹിസ്കിയാവ് രാജാവായി, വേറൊന്നുമില്ല. അടുത്തത്, അവൻ വായിച്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. കേട്ടെ, ഹിസ്കിയാവ് രാജാവായത് എത്ര വയസ്സിൽ? 25. അല്ല, ഇവർക്ക് മനസ്സിലായോ എന്നറിയാനാ ചോദിക്കുക. എത്ര വയസ്സിൽ? 25-ാമത്തെ വയസ്സിൽ ഹിസ്കിയാവ് രാജാവായി. അടുത്തത്, അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. 25-ാമത്തെ വയസ്സിൽ രാജാവായവൻ എത്ര വർഷം ഭരിച്ചു? 29 വർഷം ഭരിച്ചു. ഇത്രയൊക്കെ ഉള്ളു, വേറെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തത്, അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. നല്ല പേരല്ലേ? അതിനിപ്പോ നമുക്കെന്നാ? അബി എന്ന് പേര്, അമ്മയുടെ പേര്. അവൾ സെഖരിയാവിന്റെ മകളായിരുന്നു. ആയിക്കോട്ടെ, അതിന് നമുക്ക് പിണക്കമില്ലല്ലോ. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഈ പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ രാജാവ് യഹോവയായ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. ഇനി എന്തൊക്കെയാണ് പ്രസാദമുള്ളത് ചെയ്തതെന്നും കൂടെ കേൾക്കാം. വായിക്കാം. അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത്, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശെ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. വിഗ്രഹസ്തംഭങ്ങളെ വെട്ടിമുറിച്ചു, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. അപ്പോൾ ഉണ്ടാക്കിയത് മാത്രമേ പഠിപ്പിച്ചോളൂ, ഉടച്ചത് പഠിപ്പിച്ചില്ല. ഉടച്ചു കളഞ്ഞു. ഇനി ഉടയ്ക്കാൻ കാരണം എന്താ? അടുത്തത്, ആ കാലം വരെ, ഉടയ്ക്കുന്നത് വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അടുത്തത്, അതിന് നെഗുഷ്ഠാൻ എന്നു പേരായിരുന്നു. കണ്ടോ, മോശയോട് താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു. മോശ ഉയർത്തി, അതിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചു. വിഷയം കഴിഞ്ഞു. മോശയും വിഷയം വിട്ടു, ദൈവവും വിഷയം വിട്ടു, ഇസ്രായേൽ വിട്ടില്ല. അവരതിനെ എടുത്തോണ്ട് പോയി അതിൻ്റെ മുമ്പിൽ ധൂപം കാട്ടി അതിനൊരു പേര് വിട്ടു, നെഗുഷ്ഠാൻ. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ധൂപവും കാട്ടാൻ തുടങ്ങി. തമ്പുരാൻ പറഞ്ഞു ഉടക്കിടാൻ. പിടികിട്ടിയോ? പണ്ട് ഒരച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ ഒരു തമാശ പറഞ്ഞു. എനിക്ക് അച്ഛന്മാരുടെ പ്രസംഗമൊക്കെ ഞാൻ കേൾക്കും കേട്ടോ, കാരണം വചനം ആര് പ്രസംഗിച്ചാലും കേൾക്കണം, നല്ല ആശയങ്ങൾ കിട്ടും. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കിട്ടുമ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഇരുന്ന് കേൾക്കും. അപ്പോൾ ഒരച്ഛൻ പ്രസംഗിച്ച ഒരു തമാശ ഞാനൊന്ന് കടമെടുക്കുക. ഈ അച്ഛൻ പറഞ്ഞൊരു തമാശ, അച്ഛനും കപ്പ്യാരും കൂടെ ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഇടുങ്ങിയ ഒരു പാലമുണ്ട്, തടി കൊണ്ടുണ്ടാക്കിയ ഒരു പാലം. അപ്പോൾ ഈ പാലത്തെ കൂടെ അച്ഛനും കപ്പ്യാരും കൂടെ കയറാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്ത് പള്ളിയിലെ ഇടവകയിലെ പള്ളിയിലെ ഒരു പെങ്കൊച്ച് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, മോളെ നീ ഇപ്പോൾ ഇങ്ങോട്ട് കയറില്ല, അത് പൊളിഞ്ഞിരിക്കുക, നീ ശ്രദ്ധിച്ചു വരണം, അല്ലേ താഴെ പോകും, നീ അവിടെ നിൽക്ക്, അച്ഛൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് ചെന്ന് ആ പെങ്കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് പതിയെ ആ പാലത്തിലൂടെ നടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് വിട്ടു. എന്നിട്ട് ആ മോള് പറഞ്ഞു, ഓക്കെ അച്ഛാ നന്ദി, ശരി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ അങ്ങ് പോയി. അച്ഛനും കപ്പ്യാരും കൂടെ പാലം കടന്ന് പള്ളിയിലോട്ടും പോയി. പള്ളിയുടെ അടുത്ത് എത്തിയപ്പം കപ്പ്യാർ അച്ഛനോട് പറഞ്ഞു, എന്നാലും അച്ഛൻ ആ പെങ്കൊച്ചിൻ്റെ കയ്യെ പിടിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞ മറുപടിയാണ് രസകരം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു കപ്പ്യാരേ, പാലം കടന്നപ്പോഴേ ഞാൻ ആ കൈ വിട്ടു
എന്നിട്ട് നീ ഇതുവരെ വിട്ടിട്ടില്ലെന്ന്. പാലം കടന്നപ്പോഴേ അച്ഛൻ കൈവിട്ടു അല്ലേ, എന്നിട്ടും കപ്പ്യാർ വിട്ടിട്ടില്ല. ഇതുപോലെ ചില മനുഷ്യന്മാർ അല്ലേ. ആമേൻ. ദൈവം ക്ഷമിച്ചാലും മനുഷ്യൻ ക്ഷമിക്കുകയല്ല, ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇസ്രായേല് മോശ വിഷയം വിട്ടു, യഹോവയും വിഷയം വിട്ടു, ഇസ്രായേൽ വിട്ടില്ല. ആ മോശ ഉണ്ടാക്കിയതിനെ എടുത്ത് ഒരിടത്ത് കൊണ്ടുവച്ച് അതിനൊരു പേര് വിട്ടു, നെഗുഷ്ടാൻ. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ധൂപമാട്ടാൻ തുടങ്ങി. തമ്പുരാൻ പറഞ്ഞു ഉടക്കിടാന്ന് പറഞ്ഞു. ഹിസ്കിയാവിൻ്റെ കാലത്ത് അതിനെ ഉടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഉണ്ടാക്കിയത് മാത്രം പഠിപ്പിച്ച് പറ്റിക്കരുത്, ഉടച്ചതും കൂടെ പഠിപ്പിക്കണം, നേരായി പഠിപ്പിക്കണം. അതുകൊണ്ടൊരു കാര്യം പറയാം. ആമേൻ. ദൈവം മനുഷ്യന് പ്രമാണം കൊടുത്തു, പക്ഷേ പ്രമാണം കയ്യിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ പിന്നെയും പാപത്തിലേക്ക് പോയപ്പോൾ വിശ്വാസത്താലുള്ളൊരു രക്ഷ വരുന്നുണ്ട് എന്ന് മോശ മുഖാന്തരം ഇസ്രായേലത്തെ പഠിപ്പിച്ചതിന് ശേഷം ദൈവം അടുത്ത പദ്ധതി ജനത്തോട് അറിയിച്ചു, പ്രവാചകനെ അയച്ചുകൊണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേ, യോവേൽ തുടങ്ങി പ്രവാചക ഗണത്തെ അയച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വിളംബരം ചെയ്തു. മനുഷ്യന്റെ അകത്തു കയറിയ പാപമെന്ന ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. ആമേ. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന സ്വർഗീയ പദ്ധതി പ്രവാചകൻ മുഖാന്തരം ദൈവം ജനത്തോട് വിളംബരം ചെയ്തു. യെശയ്യാവിലൂടെ വിളംബരം ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കണം, യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പ്രവചിക്കുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശ കണക്ക് പണ്ഡിതന്മാർ പറയുന്നത് 700-ൽ പരം വർഷങ്ങൾക്ക് മുൻപാണ്. നോക്കൂ, യേശു ജനിക്കുന്നതിന് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. തീർന്നില്ല. അത് കഴിഞ്ഞ് 300 വർഷം പിന്നിട്ടപ്പോൾ ദാ വരുന്നു അടുത്ത പ്രവാചകൻ മീഖ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആ രക്ഷകൻ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത എന്ന വില്ലേജിൽ ജനിക്കും. മനസ്സിലായോ? ഇവിടുത്തെ മഹാന്മാർ പലരും, മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും സ്വാമി വിവേകാനന്ദനും ഒത്തിരി ഗുരുക്കന്മാരും മഹാരഥന്മാരും ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന മണ്ണാണ്. പക്ഷെ ഇവരാരും ജനിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പോലും ഒരുത്തനും പറഞ്ഞില്ല ഇവർ ഇന്നടത്ത് ഇന്ന രീതിയിൽ ജനിക്കുമെന്ന്. എന്നാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ഉലകത്തിലേക്ക് പിറന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശുക്രിസ്തു. ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ജനിക്കുന്ന ഇടം വരെ പ്രവചിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ യേശുക്രിസ്തു സർവ്വമനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് സ്വർഗീയ പദ്ധതി പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് സകല പ്രവചനങ്ങളെയും നിവർത്തീകരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. തീർന്നില്ല. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് മാതൃക കാണിച്ച നല്ല കർത്താവ് 33 തിരുവയസ്സിൽ സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന നരകമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് യേശു നടന്നു കയറി. ഇന്ന് രാത്രി അരമനയിലെ ദേശമേ, പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ നിനക്കൊരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ. കണ്ടോ, അവൻ ഓരോ ചാട്ടവാറടിക്കും പീസുപീസായി മാംസകഷണങ്ങൾ ഇളകി തെറിച്ചു പോയിട്ടും തലക്കകത്ത് മുൾക്കിരീടം ആഞ്ഞടിച്ചു കയറ്റിയിട്ടും വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിത്തുളച്ചിട്ടും പ്രവാചകൻ പറയുന്നു അവൻ വായ തുറക്കാതിരുന്നു. നോക്കണം, ആരാ വാ തുറക്കാതിരിക്കുന്നത്? കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ തുമ്പിൽ നിർത്തിയ മഹാദൈവം 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ നോക്കി ലാസറേ പുറത്തുവാ എന്ന ഒറ്റ വാചകം
വാചകം കൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവരാൻ അധികാരമുള്ളവൻ. അവൻ മൗനമായിരുന്നു, അവൻ വായ തുറക്കാതിരുന്നു. എന്തിന്? ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ റോമ സാമ്രാജ്യം മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കാൻ കഴിവുള്ള അധികാരം നാക്കിന്റെ തുമ്പത്തുണ്ടായിട്ടും എൻ്റെ യേശു വായ തുറക്കാതിരുന്നത്, സ്നേഹിത, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. അരുമനദേശമേ, അത് നിനക്കും കൂടെ വേണ്ടിയാണ്. മനസ്സിലായോ? സർവ്വ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ യേശു ക്രൂശിൽ കയറി. അത് എനിക്ക് വേണ്ടിയാണെന്ന് കൂടെ തിരിച്ചറിഞ്ഞപ്പോഴാണ് പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ നിന്ന് ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകം എടുത്തുകൊണ്ട് ഷമീർ അബ്ദുൽ സലാം യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് ഒരു കുഞ്ഞുകളിയല്ല, ഒരു പൊട്ടത്തരമല്ല, ഒരു തമാശയല്ല. എനിക്കും നിനക്കും വേണ്ടി യേശു കാൽവരിയിൽ പ്രാണൻ വെടിഞ്ഞെന്ന യാഥാർത്ഥ്യം തലയ്ക്കകത്ത് കയറിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകമെടുത്തത്. ആമേൻ. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് 21 വർഷങ്ങൾക്ക് മുമ്പ് ഷമീർ എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ച് ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളെ വലിഞ്ഞു കയറി പൊറോട്ടയും ചിക്കനും പൊട്ടിച്ച് കുപ്പിയും പൊട്ടിച്ച് ഗാനമേള നടത്തി. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകളി അടിയും ഉണ്ടാക്കി ഉടുപ്പിൻ്റെ പുറകെ പിച്ചാത്തിയൊക്കെ വെച്ചു നടന്ന കാലഘട്ടങ്ങളുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ഉപദേശിമാർ നിന്നുകൊണ്ട് യേശുവാണ് രക്ഷകൻ, യേശുവാണ് ദൈവമെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ചെവിക്കല്ലിനിട്ട് അടി കൊടുക്കാൻ കൂട്ടുകാരുമായി പല്ലും കടിച്ച് നടന്ന സ്ഥാനത്ത് ഇന്ന് അതേ ഷമീർ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അരുമന ദേശത്തോട് വിളംബരം ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിൽ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു. ആമേൻ. യേശു എനിക്കും നിനക്കും പകരമായി ക്രൂശിൽ മരിച്ചു. അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവരിയുടെ കൊലക്കളത്തിൽ ഒഴുക്കി യേശു മരിച്ചു. തീർന്നില്ല. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി അരുമനയോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. അരുമനയിൽ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇങ്ങനെ നിരന്നിരിക്കത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ ഉയർത്താൻ ഇവിടെ ഒരു കൺവെൻഷൻ നടത്തത്തില്ല. പിന്നെ എന്തുകൊണ്ടാ പാടുന്നേ? എന്തുകൊണ്ടാ പ്രസംഗിക്കുന്നേ? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങിയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് കുഞ്ഞുകളിയല്ല, കുട്ടിക്കളിയല്ല. യേശു ഉയർത്തെഴുന്നേറ്റ്. ഇന്നും ഈ നിമിഷവും ഈ 9-10 യേശു ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്വർഗം കാണട്ടെ. എനിക്കെന്തൊരു സന്തോഷമാണെന്നറിയാമോ പാസ്റ്റർമാരെ? ഇവരെല്ലാം കൈവൊക്കി കണ്ടോ, ഇവരെല്ലാം വിശ്വസിക്കുന്നു യേശു ഇന്നേ ദിവസം 9-10 ജീവിക്കുന്നല്ലേ? ആണോ? കാരണം ഞങ്ങളുടെ കേരളത്തിൽ പല വീട്ടുകളിലും ക്രിസ്ത്യാനിയുടെ ഒക്കെ വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. സത്യമായിട്ടും കേരളത്തിലാണ്. ആമേൻ. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ജീവിക്കുന്നല്ലേ? ദേ ഇവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. എന്തുവാ പേര്? സുന്ദർരാജ്. ഇച്ചിരി നേരം പുള്ളി പാസ്റ്റർ എന്നുള്ള കാര്യം ഇച്ചിരി നേരം അങ്ങ് മാറ്റിവെച്ചു. ഞാൻ ഒരു ഉദാഹരണം പറയാൻ പോവുക. സുന്ദർരാജ് എന്ന് പറഞ്ഞ മനുഷ്യൻ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുക രാവിലെ. ഉടനെ സുന്ദർരാജിൻ്റെ മകൻ പുള്ളിയുടെ പണ്ട് കാലത്ത് ഒരു നല്ല ഗ്ലാമർ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് സിറ്റ് ഔട്ടിലെ മതിലെ കൊണ്ടുപോയി ആണി അടിച്ചു വെച്ചു. എന്നിട്ടൊരു പൂമാല മേടിച്ചുകൊണ്ട് അങ്ങ് ഇട്ടു. എന്നിട്ടൊരു തിരിയും കത്തിച്ചു വെച്ചു. എന്നിട്ട് കുറച്ച് പൂക്കളും വാരിക്കൊണ്ടിട്ടു. പുള്ളി അവിടെ ജീവനോടിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ഉടനെ മോൻ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഫോട്ടോയെ നോക്കിയിട്ട് പറയുക, പ്രിയപ്പെട്ട പപ്പായെ,
ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്. കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. സന്തോഷമായോ? സന്തോഷമാണോന്ന്? ആണോ? സന്തോഷമല്ല അല്ലേ? കാര്യം പുള്ളി ജീവനോടിരിക്കുക. ജീവനോടിരിക്കുന്ന അപ്പനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിട്ട് 100 രൂപ ചോദിച്ചാൽ ഈ അപ്പനൊരു വടിയെടുത്ത് അവനിട്ട് 2 കൊട്ട് കൊടുത്തേച്ച് പറയും ഓർഡറാ അവിടെ നിന്ന് പറയും. വടികൊണ്ട് പോലിരിക്കുന്ന എന്നെ എടുത്ത് ഭിത്തിയെ വെച്ചിട്ട് 100 രൂപ തരാനോ ഓർഡറാന്ന് പറയും അല്ലേ? ഇവിടെ മക്കളുള്ള അപ്പന്മാരിരിപ്പുണ്ട്. ചോദിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷമാണോ മക്കൾ ഇങ്ങനെ ചെയ്താ? അല്ലല്ലേ? ഈ ലോകത്തിലെ അപ്പൻ്റെ ചങ്ക് പടഞ്ഞെങ്കിൽ, ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എനിക്കും നിനക്കും വേണ്ടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആളത്വമായി നിൽക്കുന്ന, കല്ലേറുകൊണ്ട് മരിക്കാനിരുന്ന സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായവൻ ആളത്വമായി നിൽക്കുന്നത് കണ്ടു എന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തെ മരിച്ചവനെ പോലെ ആക്കി വച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് അയ്യോ കഷ്ടം. ആമേൻ. വേദപുസ്തകം ചോദിക്കുന്നു, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി അരുമനദേശമേ, യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അത് പറയാനാ സ്വർഗം അയച്ചേ. അത് പറഞ്ഞിട്ട് അരുമനെ കുഴിച്ചിടേണ്ടി വന്നാൽ അതിന് തയ്യാറായിട്ടാ വന്നേ. സ്തോത്രം. സത്യത്തിന് വേണ്ടി നിൽക്കണം. ആമേൻ. തിരുവചനത്തെ സത്യം സത്യമായി വെളിപ്പെടുത്തണം. യേശു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉയർത്തെഴുന്നേറ്റവൻ പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നു. ലോകം മുഴുവൻ ഒന്നിച്ചു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അകത്തു കയറിയ പാപമെന്ന ഇരുട്ടിൽ നിന്ന് ഒരു മോക്ഷം തരണം ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് സർവ്വ മനുഷ്യരും ഈശ്വരന്മാരോട് നിലവിളിച്ചു. അരുമനയിലെ ഹൈന്ദവരായ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ശരിയാ, ആമേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അസതോ മാം സദ്ഗമയ എന്നും തമസോ മാം ജ്യോതിർഗമയ എന്നും മൃത്യോ മാം അമൃതംഗമയ എന്നും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ആ സത്തിൽ നിന്ന് സത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ ഭഗവൻ. പ്രാർത്ഥനാ സൂക്തം. മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന ആമേ സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തങ്ങളുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ് പറയുന്നത്: റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. ക്രിസ്ത്യാനിയോട് ചോദിക്കുക, ക്രിസ്ത്യാനി പറയും, പൗലോസ്ലീഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമപ്പെട്ട ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? സകല വേദങ്ങളും ഒന്നിച്ചു നിലവിളിച്ചു, പാപമെന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സർവ്വ മനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അതാ ഉയർത്തെഴുന്നേറ്റവൻ പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, എന്നിൽ വസിക്കുന്നവരാരും ഇരുട്ടിൽ നടക്കുകയില്ല. പാപത്തിന്റെ മോചനം തേടി മോക്ഷം തേടി അലഞ്ഞ മനുഷ്യന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുന്നു, ഞാനാണ് വെളിച്ചം, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി അരുമനയോട് പറയട്ടെ, ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, സൗജന്യമായി ഇന്ന് രാത്രി പാപമോചനം സാധ്യമാക്കുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് നസ്രത്തുകാരനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുത്താൽ,
നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് നാളെ മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ദൈവം. ഇന്നലെ വരെ ഈ സമൂഹത്തിൽ നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവനാണെങ്കിൽ, നിന്നെ കൊണ്ട് ആർക്കും പ്രയോജനമില്ലെന്ന് പറഞ്ഞെങ്കിൽ, നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞെങ്കിൽ, നീ ചത്തങ്കി കൊള്ളാരുന്നെന്ന് പറഞ്ഞെങ്കിൽ, നിന്റെ കുടുംബത്തിൽ പോലും നിനക്ക് വിലയില്ലാത്തവനാണെങ്കിൽ, ഇന്ന് രാത്രി ഷമീർ പറയുന്നു, ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ നാളെ ഈ പട്ടണത്തിൽ നിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ, നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ, നിന്റെ അഡ്രസ് മാറ്റി എഴുതുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നു. ഹൃദയത്തിന്റെ വാതിൽ യേശുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ നിന്റെ തലമുറയുടെ ചരിത്രം മാറ്റിമറിക്കാൻ, നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ദൈവം ജീവിക്കുന്നു. അവന്റെ നാമം അത്ര യേശു ക്രിസ്തു. യേശു ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല. 40ഓളം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് യേശു സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ഒരന്ത്യ കൽപ്പന കൈമാറി. ആ വാക്യം വായിച്ചുകൊണ്ട് പ്രസംഗം നാളത്തേക്ക് തുടരും എന്നിടുകയാണ്. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആമേ, വാക്യം വായിക്കാം. 16:15. മർക്കോസ് 16:15. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന. പിന്നെ യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. മതി. എന്തിനാടോ ഉപദേശിമാരെ ഇങ്ങനെ തൊണ്ട കീറുന്നത്? എന്തിനാടോ ഉപദേശിമാരെ ഇങ്ങനെ മൈക്ക് കെട്ടിവെച്ച് അലറുന്നത്? എന്തിനാടോ ഞങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അരുമനക്കാരെ, കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, സ്നേഹത്തോടെ പറയട്ടെ, ഇത് വാശി തീർക്കാൻ ചെയ്യുന്നതല്ല, ഇത് ദേഷ്യം തീർക്കാൻ ചെയ്യുന്നതല്ല, ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്യുന്നതല്ല. ആമേ, ഉലകത്തെ നിർമ്മിച്ച മഹാദൈവത്തിൻ്റെ കൽപ്പന സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ആ കൽപ്പന ഞങ്ങൾ അനുസരിക്കുന്നതേ ഉള്ളൂ. ആരെയും വിഷമിപ്പിക്കാനല്ല സുവിശേഷയോഗം നടത്തുന്നത്. ഈ സത്യം അറിയാതെ ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ സുവിശേഷം സകല സൃഷ്ടിയോടും പ്രസംഗിക്കണം.